ക്രിസ്പർ ലേണിംഗ് സംഘടിപ്പിക്കുന്ന 4ാമത്തെ ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു സെഷൻ നമ്മൾ ഒരിക്കലും ഫോർമലാക്കി വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗസ്റ്റ് സ്പീക്കറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഡോക്ടർ ഭാഗ്യ സുബ്രയ്യൻ, നമ്മുടെ ഭാഗ്യ ചേച്ചിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് ഉള്ളത്. ചേച്ചിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 2013 ഐസർ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്ത് 2018 പാസ് ഔട്ട് ആയി. ഇപ്പം ആസ്ട്രോഫിസിസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചറായി യൂണിവേഴ്സിറ്റി ഓഫ് ആരിസോണയിൽ വർക്ക് ചെയ്യാണ്. ചേച്ചി ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഐസർ തിരുവനന്തപുരത്തുള്ള എക്സ്പീരിയൻസ്, അതിനുശേഷം PhD-യിലേക്ക് എങ്ങനെ പോയി, പോസ്റ്റ് ഡോക്കിലേക്ക് എങ്ങനെ എത്തി, ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞ മേഖലയിലെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പൊ അതൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരിക്കും, ഒരുപാട് വാല്യൂസ് ഡെലിവർ ചെയ്യുന്ന ഒരു ടോക്ക് ആയിരിക്കും. സോ നിങ്ങളെല്ലാവരും പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഭാഗ്യ ചേച്ചിയെ ഇൻവൈറ്റ് ചെയ്യാണ്. ഭാഗ്യ ചേച്ചി പ്ലീസ്. Okay, നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അമിത്, വെരി മച്ച് താങ്ക്ഫുൾ. ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഭയങ്കരമായിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്യുന്ന ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്കിങ്ങനെ കുട്ടികളോട് സംസാരിക്കണം. കേരളത്തിൽ നിന്ന് കുറെ അധികം സയന്റിസ്റ്റ്സ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആൻഡ് കുഡോസ് ടു യു. ഈ ഒരു ഇനീഷ്യേറ്റീവും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ പേരെ ഇൻസ്പയർ ചെയ്യാനും ഇങ്ങനത്തെ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും, ഞാൻ പഠിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുന്നുണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സോ കൺഗ്രാറ്റ്സ് ടു യു. ഈ ഒരു പ്ലാറ്റ്ഫോമും ഇത്രയും ആൾക്കാരെ മെന്റർ ചെയ്യാനും ട്യൂട്ടർ ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുക്കണേന്. ഇറ്റ്സ് ഹാർഡ് വർക്ക്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു മാർഗദർശിനി എന്നും പറയാൻ പറ്റില്ല, പക്ഷെ എൻ്റെ ഒരു ജേർണി വെച്ചിട്ട് നിങ്ങൾക്ക് റിസർച്ചിനോട് അധികമായി താല്പര്യമുണ്ട്, അതിലൊരു കരിയർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആണ് ഇവിടെ ഭൂരിപക്ഷം ആൾക്കാരും. കാരണം നിങ്ങൾ ഐസർ ആണ് ആസ്പയർ ചെയ്യണം, ഐസറിൽ ഫോക്കസ് റിസർച്ച് ആണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കോഴ്സ് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോ അങ്ങനെ നിങ്ങൾ ഓൾറെഡി ഐസർ ആസ്പിരൻസ് ആയ കാരണം കൊണ്ട് നിങ്ങൾക്ക് റിസർച്ചിനോട് താല്പര്യം ഉണ്ടാവും. അപ്പൊ ആ ഒരു റിസർച്ച് മേഖലയിൽ ഒരു 12 years ഓഫ് ജേർണി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ആ ഒരു ജേർണിയും ആ ഒരു എക്സ്പീരിയൻസും ഞാൻ നിങ്ങളെ പോലെ ക്ലൂലെസ് ആയിട്ടുള്ള ഒരു 12ാം ക്ലാസ് കുട്ടി എന്താണ് അടുത്തത് ചെയ്യാന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ സ്റ്റേജ് ഉണ്ട്. അപ്പൊ അതിന്ന് എന്തൊക്കെ ഡിസിഷൻസ് ഞാൻ എടുത്തു. ആൽഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആൽഫി പറഞ്ഞതിന് കുറച്ചും കൂടി വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങൾ ഐസർ എയിം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു റിയാലിറ്റി ചെക്ക് കൂടി തരാനാണ്. നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചാലഞ്ചസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം. അതേപോലെ അത് കഴിഞ്ഞിട്ട് റിസർച്ച് ഐസറിന്റെ BSMS കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു PhD ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, ഞാൻ USA-ലാണ് PhD ചെയ്തത്, അപ്പൊ അതിന്റെ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് എന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അത് നിങ്ങളുടെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ ഞാൻ കുറച്ച് സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ലൈക്ക് ഗൈഡൻസ് പോലെ. പക്ഷെ ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും അതൊന്നും സംശയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ അറ്റ് ദ പോയിന്റ് ഓഫ് ടൈമിൽ തന്നെ നമുക്ക് അത് സംസാരിച്ചത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ അമിത്, ഞാനൊന്ന് ജസ്റ്റ് സ്ലൈഡ്സ് ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇത് എന്റെ ഇത് ജേർണി സ്ലൈഡ്സ് ആണ്. ഇതിൽ ഒരു റിസർച്ചോ കാണാണ്ടോ? ഓക്കെ, ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു 12 വർഷത്തെ ജേർണി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ പറയാറുണ്ട്. ഇതിപ്പോ അമിത് പറഞ്ഞു, ഞാൻ 5 years ഐസറിലായിരുന്നു. ഞാൻ ഐസർ തിരുവനന്തപുരത്താണ് പഠിച്ചത്. ഞാൻ ഇതിന്റെ ഓരോരോ പോയിന്റ് ഐസറും പെർഡ്യൂം യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണ നിങ്ങൾ ഇവിടെ കാണുന്നില്ല. ഇതിൽ ഓരോരോ കാര്യങ്ങൾ ഞാൻ സൂമിൻ ചെയ്തിട്ട് പറയാം, ഓരോരോ എക്സ്പീരിയൻസസ്. പക്ഷെ ഇതൊരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഐസർ എക്സാം എഴുതി ഐസറിൽ ജോയിൻ ചെയ്തിട്ട് 5 years അവിടെ കഴിഞ്ഞിട്ട് ആണ് ഞാൻ USA-ലേക്ക് മൂവ് ചെയ്തത്. അത് എന്റെ PhD ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പെർഡ്യൂ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റീസിലേക്കാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറും അല്ലെങ്കിൽ അതൊക്കെ ഓവറായിട്ട് ഞാൻ ഒരു US-ൽ എങ്ങനെ ഒരു PhD ചെയ്യണം, അല്ലെങ്കിൽ PhD ചെയ്യുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനും കൂടിയിട്ട് വേണ്ടി ഞാൻ ഈ പ്ലാറ്റ്ഫോം ഒന്ന് യൂസ് ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് PhD ഞാൻ 6 വർഷം എടുത്തിട്ടാണ് ഞാൻ PhD ചെയ്തത്.
അത് USA ഒരു 5 to 6 years ഒരു ടിപ്പിക്കൽ ടൈം സ്കെയിൽ ആണ് PhD കംപ്ലീറ്റ് ചെയ്യാൻ. ഇതിൽ ആസ്ട്രോഫിസിക്സ് എന്നുള്ളൊരു ഭാഗം എങ്ങനെ എത്തി, എവിടെ എത്തി, എപ്പോ എത്തി എന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഓരോരോ സ്ലൈഡ് ഇങ്ങനെ ഞാൻ മാറുമ്പോൾ അതൊക്കെ ഓരോരോ എക്സ്പീരിയൻസ് ആണ്. കാരണം മുമ്പ് ഞാൻ ആൽഫിയുടെ പ്രസന്റേഷൻ കണ്ടപ്പോൾ പറഞ്ഞു ഓപ്പൺ മൈൻഡ് ആയിട്ട് നമ്മൾ ഇരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് വരും. അതിൽ നമ്മൾ ഇന്നത് മാത്രം എന്നുള്ളൊരു രീതിയിൽ പോണതിന് പകരം കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഓരോരോ ഡിസിഷൻസ് എടുക്കാനും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എക്സാക്ട്ലി എവിടെ ഇരുന്നിട്ടാ സംസാരിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ US-ലാണ്. ഞാൻ അരിസോണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ്, കാലിഫോർണിയയുടെ ഒക്കെ അടുത്തായിട്ട് വരും. അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിൽ ഞാനൊരു പോസ്റ്റ് ഡോക്ക് ചെയ്യാണ്. PhD കഴിഞ്ഞിട്ടുള്ള ഒരു പാത്താണ് പോസ്റ്റ് ഡോക്ക്. അതിൽ എന്തൊക്കെ വരും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഐസർ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഐസർ ആസ്പിറൻസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്കൊക്കെ റിസർച്ചിനോട് പാഷനും താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഐസറിൽ എക്സാം ഒക്കെ നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഐസറിൽ ചെന്നിട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എങ്ങനെയാണ്, നിങ്ങൾ എന്തൊക്കെ കൂടെയാണ് പോവാന്നുള്ളൊരു ഓവർവ്യൂ ആണ് ഇത്. നമ്മള് ഇപ്പൊ നിങ്ങൾ റിസർച്ചർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ PhD എടുക്കണം എന്നാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് കുറെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്റെ ജേർണിയാണ് ഞാൻ പറയുന്നത്, ഏതൊക്കെ മോഡിലൂടെയാണ് ഞാൻ പോയിട്ടുള്ളതെന്ന്. സോ ഐസർ തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. ഞാൻ 2013 അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞാനപ്പോ നിങ്ങളെ പോലെ തന്നെ +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗും നീറ്റും ഒക്കെ എക്സാം ഒക്കെ എഴുതി അവസാനം ഒരു കച്ചിത്തിരുമ്പായിട്ടാണ് എനിക്ക് ഐസർ. ഞാൻ അത്ര ലൈക്ക് ടൈംഡ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് സമയം എടുത്തിട്ട് അല്ലെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ ഇങ്ങനെ ചെയ്യണത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പൊതുവേ ഭയങ്കര ബാഡ് ആയിട്ടാണ് പെർഫോം ചെയ്യുക. ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് അങ്ങനെ കുറച്ച് പ്രഷറിലായിട്ടുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ എനിക്ക് ടെസ്റ്റുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഐസറിന് എന്നെ എന്താണ് അട്രാക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ കുറച്ചും കൂടി അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ MCQ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി നമ്മൾ ഇന്നത് പഠിച്ചതിന് പകരം നമുക്ക് കുറച്ചും കൂടി വേറിട്ട് ചിന്തിച്ചിട്ട് അപ്രോച്ചബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റി, നമ്മളൊരു സിറ്റുവേഷനിൽ നിന്നിട്ട് അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് പോയിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി എക്സൽ ചെയ്യാൻ പറ്റുക. അത് കാരണമായിരിക്കാൻ തോന്നുന്നു ഞാൻ റിസർച്ചിൽ തന്നെ ഇത്രയും നാള് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസ് ലെവലിൽ നമ്മൾ എല്ലാവരും ഒരു ക്യൂരിയസ് പേഴ്സൺ ആയിട്ട് ആണ് റിസർച്ചിലേക്ക് പോകുന്നത്. നമ്മൾ എന്തുകൊണ്ട് അത് നടക്കുന്നു, എന്തുകൊണ്ട് ഇത് നടക്കുന്നു, എന്തുകൊണ്ട് അത് അങ്ങനെ ആയിക്കൂടാന്നുള്ളതൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കൊക്കെ അതില് നമ്മൾ ജെന്വിൻ ആയിട്ട് നമ്മൾ ക്യൂരിയസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പ്രോഗ്രസീവ്ലി നമുക്ക് ആ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഐസറിലെ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് അറിയാം, ലൈക്ക് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അമിത്തും നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. 5 year കോഴ്സാണ്, BSMS ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഡുവൽ ഡിഗ്രി കോഴ്സാണ് വരിക. അപ്പൊ അതിലത്തെ ആദ്യത്തെ 2 കൊല്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ സബ്ജക്റ്റിലും നമ്മൾ കോഴ്സ് വർക്ക് ചെയ്യണം. അപ്പൊ അത് ബ്രോഡ് നമ്മളൊരു റിസർച്ചർ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് തിങ്കർ എന്നുള്ള ഒരു രീതി അവിടെ നിന്ന് ഇട്ടിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ല, പക്ഷെ നമ്മളൊരു ബ്രോഡ് ആയിട്ട് എല്ലാ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു ഓവർവ്യൂ ആയിട്ടാണ് ആ ഒരു കോഴ്സ് ഫസ്റ്റ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ടോപ്പ് ക്ലാസ് സയന്റിസ്റ്റ് ആണ് ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ കാരണം കൊണ്ട് അവിടെ ആ ഫീൽഡിൽ എക്സൽ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുക. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിത്തത്തിനായിട്ടും ഏറ്റവും കൂടുതൽ നിങ്ങളെ അപ്ലൈ ചെയ്തിട്ട് ചിന്തിക്കാനും റിസർച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ ഡീപ്പായിട്ട് അതിന് ഇരുന്നിട്ട് തന്നെ ചിന്തിച്ചിട്ട് അതെന്തുകൊണ്ട് എന്നുള്ളൊക്കെ ആ ഒരു നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യണേ അത് അങ്ങനെയാണ് നമ്മളെ അവരെ ഓരോരോ കോഴ്സ് വർക്ക് കൂടെ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഞാൻ ഈ സ്ലൈഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അറ്റ് ദിസ് പോയിന്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? നിങ്ങൾക്ക് ഐസറിന്റെ സ്ട്രക്ചർ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ വേറെ എന്തെങ്കിലും ഇപ്പൊ ഈ ഒരു പോയിന്റ് വരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹാൻഡ് റേസ് ചെയ്ത് അമിത്തൊന്ന് മോണിറ്റർ ചെയ്യണേ. അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് പോവാം. ഓക്കെ. പിന്നെ ആദ്യത്തെ 2 കൊല്ലാണ് നിങ്ങൾക്ക് മാക്സിമം ചില്ല് ചെയ്ത് നടക്കാൻ പറ്റുന്ന സമയങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രഷർ വർക്ക് ലോഡ് ഉണ്ട്, കോഴ്സ് വർക്ക് ഉണ്ട്, എക്സാംസിന് പഠിക്കണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ റിസർച്ചിലേക്കൊന്നും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആവാത്തൊരു ടൈമാണ് ഐസറിൽ ആ സമയം. അപ്പൊ ആ സമയത്താണ് മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിന്റെ എക്സാംസോ അല്ലെങ്കിൽ സബ്ജക്ട് പഠിക്കാനാണോ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അയ്യോ എനിക്ക് ഫിസിക്സ് ഇഷ്ടമല്ല, അയ്യോ എനിക്ക് മാത്സ് ഇഷ്ടമല്ല, അല്ല എനിക്ക് കെമിസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ആ കോഴ്സ് വർക്ക് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഫീൽ കിട്ടും.
കിട്ടിക്കൊണ്ടിരിക്കും. ഈ സമയത്താണ് മാക്സിമം കോളേജ് എൻജോയ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് കുറെ കൾച്ചറൽ ഫെസ്റ്റും കുറെ ലൈക്ക് ടെക് ഫെസ്റ്റുകളൊക്കെ ഐസറിൽ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ ലൈക്ക് നോട്ട് ജസ്റ്റ് റിസർച്ച്, അതല്ലാണ്ട് തന്നെ നിങ്ങൾ ഓവറോൾ ഒരു പേഴ്സണാലിറ്റീനെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഐസർ എന്നുള്ളത്. ഇപ്പൊ ഈ ക്യാമ്പസുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് കുറെ ഫെസ്റ്റുകൾ നടക്കുന്നത് നിങ്ങളുടെ ജസ്റ്റ് അക്കാഡമിക്കലി മാത്രമല്ല, നിങ്ങളെ കൾച്ചറലി ഓറിയന്റ് ചെയ്യാനും സ്പോർട്സ് ഇഷ്ടംപോലെ ക്യാമ്പസുകളിൽ എന്തൊക്കെ ഹൈ ക്ലാസ് ഫെസിലിറ്റീസ്. ഇപ്പൊ ഞാൻ വിദുരയിലായിരുന്നു ഒരു കൊല്ലം, പക്ഷെ അവിടെ തന്നെ ഇപ്പൊ ഭയങ്കര ഡെവലപ്മെന്റ്സ് നടന്നിട്ട് അവിടെ കുറെ അധികം മൾട്ടി കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കും. അപ്പൊ ജസ്റ്റ് പഠിത്തം മാത്രമല്ലാണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇയറിൽ കുറെ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ലൈക്ക് നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഐസറും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കോളേജ് പോലെ ഐസറിലും കുറെ എൻജോയ് ചെയ്തിട്ട് കുറെ കാര്യങ്ങള് പഠിത്തം അല്ലാണ്ട് തന്നെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിനൊപ്പം തന്നെ റിസർച്ചിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ലൈക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ നമുക്ക് റിസർച്ചിൽ മാക്സിമം എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ്ങും കൂടി നമുക്ക് ഐസറിന് കിട്ടും. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ഇപ്പൊ എന്തെങ്കിലും ചോദ്യം ആർക്കെങ്കിലും എന്തെങ്കിലും? ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് ഉണ്ട്, ഞാനത് സ്ലോലി ആയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ പറയൂ കേട്ടോ, അല്ലെങ്കിൽ ചോദിക്കൂ. ഹാൻഡ് റേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാനിപ്പോ പറയുന്ന സ്ട്രക്ചറിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ലുക്കിംഗ് ബാക്ക്, ഞാനിപ്പോ ഒരു ആസ്ട്രോഫിസിക്സിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഡോക് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ലുക്കിംഗ് ബാക്ക് ഞാൻ അന്ന് ചെയ്ത വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്റേൺഷിപ്സ്. സോ നിങ്ങളൊരു റിസർച്ച് കരിയർ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസർച്ച് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. അത് ഏത് സ്റ്റേജിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഐസറിന്ന് നിങ്ങൾ BSMS ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് റിസർച്ച് ടൈപ്പ് ആയിട്ടുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി അധികം മാറ്റർ ചെയ്യും. പക്ഷെ അതല്ലാണ്ട് ഈ റിസർച്ച് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടണ നിങ്ങൾക്ക് സ്കിൽസ് വേറെ ഇൻഡസ്ട്രിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു ജോബിലേക്കോ നിങ്ങൾക്ക് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കിൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പൊ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മള് റിസർച്ച് ചെയ്യണേന് മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ റിസർച്ച് ചെയ്തത് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ആളിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിപ്പിക്കണം. അപ്പൊ നമ്മുടെ പ്രസന്റേഷൻ സ്കിൽസ്, നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ ചെയ്ത വർക്ക് എങ്ങനെയാണ് ഒരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. അപ്പൊ ആ ഒരു ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് ഐസറിൽ നിങ്ങളുടെ 3rd and 4th ഇയറിൽ കിട്ടും. ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസറിൽ നമുക്കൊരു മേജർ ഫോക്കസ് ഓഫ് ഉള്ള ഒരു സബ്ജക്ട് ഉണ്ട്, പിന്നെ മൈനർ സബ്ജക്ട്. ഇത് ഈ ഒരു സ്ട്രക്ചർ അവർക്ക് ക്ലിയർ ആണോ? ലൈക് മേജർ ഡിസിപ്ലിൻ ഉണ്ടാവും, മൈനർ ഡിസിപ്ലിൻ ഉണ്ടാവും എന്നൊക്കെ? അത് നമ്മൾ ഒരുപാട് വീഡിയോസിലൂടെ ക്ലിയർ ആണ് അവർക്ക്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് ഈ 3 to 4 ഇയേഴ്സിലാണ് നിങ്ങൾ ആ മൈനർ പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ ഒരു മൈനർ പ്രോജക്ട് ഡിഫെൻഡ് ചെയ്യണം. നിങ്ങളൊരു ചെറിയ പ്രോജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു പ്രസന്റേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെയും നിങ്ങളുടെ പ്രസന്റേഷൻ സ്കിൽസ് നിങ്ങൾ ആദ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ തൊട്ടായിരിക്കും ജീവിതത്തിൽ പ്രസന്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ആ പ്രോജക്ട് ചെയ്യണതിന്റെ ഒപ്പം നിങ്ങൾ പ്രസന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അങ്ങനെയാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ് പഠിക്കുക. അപ്പൊ ഓരോ വട്ടം നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ട്രെയിനിങ് നിങ്ങൾക്ക് ഐസറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് ട്രസ്റ്റ് മീ വെൻ ഐ സേ ദിസ്, അപ്പൊ കിട്ടുന്ന ട്രെയിനിങ് ആണ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു പ്രസന്റേഷൻ കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ആ ഒരു വെൽ റൗണ്ടഡ് പേഴ്സണാലിറ്റി ആണ് നമ്മൾ പിന്നെ നമ്മൾ ഏതൊരു സ്റ്റേജ് ഓഫ് ലൈഫിലും നമ്മൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ഈ സമയത്താണ് നിങ്ങൾ മാസ്റ്റേഴ്സ് പ്രോജക്റ്റിനെ കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സമയം. ഫോർ എക്സാമ്പിൾ ഈ 4th ഇയർ ആവുന്ന സമയത്താണ് നിങ്ങൾ ഒരു ലാബ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കൂ പ്ലീസ്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം എംഫസൈസ് ചെയ്യാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ PhD ആണ് ഉദ്ദേശിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ നിങ്ങളുടെ ഫൈനൽ ഇയറിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. കാരണം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് PhD ആണെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള അപ്ലിക്കേഷൻ പ്രോസസ് നിങ്ങളുടെ 5th ഇയറിൽ തന്നെ ഡിഫെൻഡ് ചെയ്യണതിന് മുമ്പ്, ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. മാസ്റ്റേഴ്സ് പ്രോജക്ട് നിങ്ങൾ ചെയ്തത് പ്രസന്റ് ചെയ്തിട്ട് വൈവ പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരങ്ങൾ പറയണം. അവർ നിങ്ങൾ റിസർച്ചിന്റെ ഉള്ളിലുള്ള ഫീൽഡും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏത് ഫീൽഡിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഫിസിക്സ് പറയണത് വെച്ചിട്ടുണ്ടെങ്കിലും ഏത് ഫീൽഡിലും ജനറൽ സ്ട്രക്ചർ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്റെ ജേർണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ BSMSൽ ഞാൻ ഫസ്റ്റ് 2 കൊല്ലം എക്സ്പ്ലോർ ചെയ്തത് ഫിസിക്സും കെമിസ്ട്രിയാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയിലും ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. എനിക്ക് ഫിസിക്സ് ഇഷ്ടമാണ്, എനിക്ക് കെമിസ്ട്രി ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ
ഇന്ന ഫിസിക്സിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയി ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാം. ഈ ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് ആ പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫസർമാർക്ക് ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരു നല്ല പ്രൊഫസർ ആ സമയത്ത് മനസ്സ് തോന്നിയിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ഇതിരി കോമ്പറ്റേറ്റീവ് ആണ് ഈ ഇന്റേൺഷിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൽ പറയാം. പക്ഷെ ജനറലി ഫസ്റ്റ് ഇയറിൽ ഞാൻ IIST ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു. അവിടുന്ന് എനിക്ക് കുറച്ച് ടെക്നിക്കൽ സ്കിൽസ്, കോഡിംഗ് ഒക്കെ ഞാൻ അപ്പോഴാണ് ആദ്യം പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ ബാഗ് എന്ന് പറയാം, ഒരു സ്കില്ലുള്ള ഒരു ബാഗിൽ നമ്മൾ ഓരോരോ സ്കിൽസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഓരോ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഓരോരോ പുതിയ എക്സ്പീരിയൻസും സ്കില്ലും നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ആയിട്ടാണ് ഞാൻ സെക്കൻഡ് ഇയർ ഞാൻ ഫസ്റ്റ് ഇയറിൽ എനിക്ക് IIST ഒരു പ്രോജക്റ്റ് കിട്ടി, അതിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് കെമിസ്ട്രി പിന്നെ ഇഷ്ടമാണ്. എനിക്ക് അറിയില്ല, ഉറപ്പില്ല എനിക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റുമോ, എനിക്ക് ഫിസിക്സ് കോംപ്ലിക്കേറ്റഡ് അല്ല, എല്ലാവരും ഫിസിക്സ് കേട്ടിട്ടുണ്ടെങ്കിൽ ഓടിപ്പോവും, അതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഒരു ഇതാണ്. അപ്പൊ സെക്കൻഡ് ഇയർ ഞാൻ എന്താ ചെയ്തെന്നാ ശരി നമുക്ക് കെമിസ്ട്രിയിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത് നോക്കാം. കെമിസ്ട്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ മനസ്സിലായി ഇതെന്നെ കൊണ്ട് പറ്റില്ല ബൈ എന്നുള്ള ഒരു രീതിയായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ലാബില് ഭയങ്കര കുറെ നേരം വർക്ക് ചെയ്തിട്ട് കുറെ നേരം ലാബിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് കെമിക്കൽസ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റില്ല, അത് ടയറിംഗ് ആണ്, എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതാണ് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്റേൺഷിപ്സ് ചെയ്യുക. ഈവൻ ഇന്റേൺഷിപ്സ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഐസറിൽ തന്നെ ഏതെങ്കിലും ഒരു ലാബിൽ ജോയിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് അവരുടെ ഒപ്പം പ്രോജക്ട് ചെയ്യാം. ഇന്റേൺഷിപ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രോജക്റ്റിന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓരോരോ പല യൂണിവേഴ്സിറ്റി ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഒക്കെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൈനൽ ഇയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് അത് ഭയങ്കര വാല്യുബിൾ ആണ്. ആക്ച്വലി US-ലും നിങ്ങൾ യൂറോപ്പിലൊക്കെ PhD ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു CV അല്ലെങ്കിൽ ഈ ഒരു സ്കിൽ സെറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു റെക്കമെൻഡേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. ഞാൻ ഇവിടെ നിന്ന് പോസ് ചെയ്യാണ്. ഞാനൊരു 3 minutes or 4 minutes ഞാൻ തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിനിപ്പോ ഞാൻ പറഞ്ഞിട്ട്? ആരെങ്കിലും ഹാൻഡ് റേസ് ചെയ്യുക അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. ഞാനിങ്ങനെ ഭയങ്കര ഞാൻ വേണമെങ്കിൽ ഇപ്പൊ സ്ലൈഡ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് ക്വസ്റ്റൻ ആൻസേഴ്സ് ചോദിക്കാം. നിങ്ങൾക്ക് എന്താ ചോദ്യം ചോദിക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. അതായത് ഈ സ്ലൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ വേണം എന്നില്ല. ഈ ഒരു പോയിന്റില് നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ഇപ്പൊ ഹാൻഡ് റേസ് ചെയ്യാം, ചോദിക്കാം. ഐ തിങ്ക് മിൻഹാജ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. മിൻഹാജ് പ്ലീസ് ആസ്ക്. മാം ഗുഡ് മോർണിംഗ്. ഈ മാമിന്റെ PhD ചെയ്തു പറഞ്ഞു, IIST പോയി ചെയ്തു പറഞ്ഞില്ലേ? അപ്പോ ആൽഫി സാർ ഐസർലൻഡ് ഒരു ലാബില് പോയി അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഈ IIST ചെയ്തു പറയുമ്പോ അവിടെ പോയി ചെയ്തതാണോ അതോ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ അത് മറ്റേ ഫസ്റ്റ് ഇയർ ആയിരുന്ന ഒരു സമ്മർ ടൈമാണ് ഇത് ബേസിക്കലി. ഓക്കെ, നമ്മുടെ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് 3 മാസം സമ്മർ വെക്കേഷൻ പോലെ ഒരു ഗ്യാപ്പ് കിട്ടും. ആ ഒരു ടൈമിൽ അതിന് മുമ്പ് ഞാനിങ്ങനെ IIST പ്രൊഫസറുകളുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഏതൊക്കെ ഫാക്കൽറ്റി ഉണ്ട്, അവരെന്തൊക്കെയാ ചെയ്യണമെന്ന് നോക്കിയിട്ട് അവരുടെ ഇമെയിൽ കിട്ടും. ആ ഇമെയിൽ എടുത്തിട്ട് ഞാൻ അവർക്ക് മെയിൽ ചെയ്തത്, സാർ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ ചെയ്യാൻ താല്പര്യമുണ്ട്. അത് കുറെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനെ കിട്ടുക. ഞാൻ ഐസറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതായിരുന്നു ഒരു പ്രോസസ്സ്. പക്ഷെ ഇപ്പൊ കുറെ അധികം ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ സമ്മർ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ വെബ്സൈറ്റുകളിൽ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വെബ്സൈറ്റുകളിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇത് അവിടെ പോയിട്ടാണ് ചെയ്തത്. ആൽഫി പറഞ്ഞത് നമുക്കൊരു ഗ്രൂപ്പ്, ഒരു ഐസറിൽ തന്നെ ഒരു ലാബിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ഫൈനൽ ഇയർ പ്രോജക്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടുത്തെ വർക്ക് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ വാല്യുബിൾ ആണ്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പ് എന്താ ചെയ്യണേ നേരത്തെ നമുക്കൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടും. ഇതിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എക്സ്പോഷർ കിട്ടും. CV കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം നമുക്കൊരു വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫൈൽ, നമ്മളൊരു നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ദ കരിയർ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ CV വെക്കാൻ അല്ലെങ്കിൽ റെസ്യൂമിൽ വെക്കാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഐസറിൽ ഫൈനൽ മാസ്റ്റേഴ്സ് പ്രോജക്ട് എന്തായാലും മറ്റേ ഒരു ലാബിൽ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഒരു ഫാക്കൽറ്റിയുടെ അടിയില്ല. അത് നിങ്ങൾ ഒരു 4th ഇയർ ആകുമ്പോഴേക്കും നിങ്ങളൊരു ഫാക്കൽറ്റി ആയിട്ട് നിങ്ങളൊരു ഡിസ്കഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ അത് സെറ്റ് ആക്കണം. അതാണ് അതിന്റെ ഒരു പ്രോസസ്. ഓക്കെ ഓക്കെ മാം, താങ്ക്സ്. എനി അതർ ക്വസ്റ്റ്യൻസ്? അല്ലെങ്കിൽ ജസ്റ്റ് വേറെ എന്തെങ്കിലും ഐസറിനെ കുറിച്ചിട്ട് ഇപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു ജേർണി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഹാൻഡ് റൈസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഓ യെസ്, മിഥിലയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗുഡ് മോർണിംഗ് മാം.
മാം IASTയിൽ ഏത് ഇതിനെ കുറിച്ചാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്? അത് ആസ്ട്രോഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരുന്നോ? അതെ. സോ IAST ഞാൻ പൊതുവേ പണ്ട് തൊട്ടിട്ടേ ഇത് നല്ലതാണ്, ദിസ് ഇസ് ഹെൽപ്ഫുൾ. കാരണം എനിക്ക് എന്റെ ജേർണിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടേ തൊട്ടിട്ട് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ എന്ത് വേണം ഏത് വേണം എന്നുള്ളതൊന്നും അറിയില്ല. സ്പേസ് നിങ്ങൾക്ക് കുറെ പേർക്ക് ഇഷ്ടമായിരിക്കും. സ്പേസ് എല്ലാവരും സ്പേസിൽ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടാവും, രാത്രി സ്റ്റാർസ് കണ്ടിട്ടുണ്ടാവും, നക്ഷത്രമൊക്കെ ഇഷ്ടമായോ, അതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ അങ്ങനെ എന്റെ ഉള്ളിൽ എനിക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ ക്യൂരിയസ് ആയിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈക്ക് ട്വൈലൈറ്റ് ഒക്കെ എന്തുകൊണ്ടാണ് നടക്കണേ. ചെറിയ പ്രായത്തിലായിരുന്നു കേട്ടോ ഇതൊക്കെ. പിന്നെ ആലോചിച്ച് വരുമ്പോൾ എനിക്ക് അതിനെ കുറിച്ചിട്ട് പഠിക്കണം എന്നൊരു ചെറിയ ആഗ്രഹം വന്നു തുടങ്ങി. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ തന്നെ നമുക്ക് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള വല്ല സ്ഥലത്തും നമുക്ക് നോക്കാം, എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ക്ലിക്ക് ആവും എന്നൊക്കെ നോക്കിയിട്ട് അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് മെയിൽ അയക്കാൻ തുടങ്ങി. അപ്പൊ IASTയിൽ ഞാൻ അവിടെ ചെന്ന് ചെയ്തത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു. ഞാൻ കോഡിംഗ് പഠിക്കുകയായിരുന്നു ബേസിക്കലി ചെയ്തത് ആ സാറ്. കാരണം നമ്മളുടെ ലെവലും കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ +2 കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ ആയിട്ട് ബേബീസ്, ലൈക്ക് ഇൻ ദ സെൻസ് നമ്മള് റിസർച്ചിനൊന്നും അറിയില്ല, റിസർച്ചിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവര് നമ്മള് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടുണ്ടെങ്കിലും ആ പ്രൊഫസേഴ്സ് അങ്ങനെയാണ് നമുക്ക് പ്രോജക്റ്റ് തരിക. നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊരു സാധനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് എഴുതി തരൂ, അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്റർസ്റ്റെല്ലാർ മീഡിയം എന്നുള്ളൊരു ISM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ. ഇത് ടെക്നിക്കൽ ആവും കുറച്ച്, അത് നിങ്ങൾ ഇതാക്കണം. പക്ഷെ ബേസിക്കലി അതിന്ന് കിട്ടിയ എനിക്ക് പേഴ്സണലി ആയിട്ട് കിട്ടിയ ഒരു സ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോഡ് ചെയ്യാൻ പറ്റി. ഞാൻ കോഡ് ചെയ്യാൻ പഠിച്ചു. ലൈക്ക് പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജ് അന്നാണ് എനിക്ക് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഞാൻ കാണുന്നത്. ലൈക്ക് പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ്, അതിൽ എങ്ങനെയാണ് കോഡ് ചെയ്യുക. അപ്പൊ അത് ഒരു വലിയൊരു സ്കില്ലാണ് ഞാനിപ്പോ ആലോചിക്കുമ്പോൾ. അത് അന്ന് എനിക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ കാരണം കൊണ്ട് പിന്നെ അത് വെച്ചിട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്ത് അതിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്ട്രോഫിസിക്സും റിസർച്ചിനും മാത്രമല്ല, ഏതൊരു ഇൻഡസ്ട്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ലെവൽ ഓഫ് കോഡിംഗ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്, അതൊരു എക്സ്ട്രാ അഡീഷണൽ സ്കില്ലാണ്. പിന്നെ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് വേറെ കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രി ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോ ഡാറ്റ അനാലിസിക്സ് എവിടെ വരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോഡിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു ആൽവിൻ സാറും കുറെ പേര് എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട് മുമ്പ് വന്നപ്പോ. അപ്പോ ഞാൻ IASTയിൽ ഇപ്പൊ ടു യുവർ ക്വസ്റ്റ്യൻ, ഇന്റർസ്റ്റെല്ലാർ മാറ്റർ എന്നുള്ള ഒരു ISM ഒരു കോഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് അത് വളരെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഞാൻ അത് നിങ്ങൾ ഭയങ്കര വലിയൊരു കാര്യമൊന്നുമായിട്ട് നോക്കണ്ട. അത് നമ്മുടെ ഏതൊരു സ്റ്റെപ്പിലും നമുക്കൊരു സാറ് ഗൈഡ് ചെയ്യാനുണ്ടാവും. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അവർക്ക് റിസൾട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അതിന് ഇൻപുട്ട് തരും. പിന്നെ നമ്മൾ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്യും. അതാണ് എല്ലാ റിസർച്ചും, അങ്ങനെയാണ് എല്ലാ റിസർച്ചും നടക്കുന്നത്. നമ്മൾ ഒരു കാര്യം ട്രൈ ചെയ്യും, അതിന് നമ്മളിൽ കൊളാബറേറ്റ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും കുറെ അധികം ആൾക്കാർ നമ്മൾ ചുറ്റുണ്ടാവും. അങ്ങനെയാണ് അത് ഒരു റിസൾട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ ലെവൽ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അത് ദൂരെയായിരുന്നു. അപ്പൊ ഒന്നും പബ്ലിക്കേഷൻ എന്നുള്ള ഒരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല. ലൈക്ക് വളരെ ബേസിക് ആയിട്ട് കോഡിംഗ് ABC ഹലോ വേൾഡ് എന്നുള്ള സാധനങ്ങളൊക്കെ പഠിക്കാന്നുള്ള ഒരു ലൈക്ക് ബേസിക് കോഡിംഗ്, ലൈക്ക് പൈത്തൺ ലാംഗ്വേജിൽ എങ്ങനെ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ബേസിക് ലെവലായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. അപ്പൊ എനിക്ക് അന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ ചെയ്യാം സുഖമായിട്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് അതിനൊന്ന് ഇറങ്ങിയാൽ മതി. അപ്പൊ നമുക്ക് അത് നമ്മൾ അതിനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്ത് വരാൻ പറ്റും. മിഥിലയുടെ ക്വസ്റ്റ്യൻ ഞാൻ ചെറുതായിട്ട് ആൻസർ ചെയ്തു തോന്നുന്നു. താങ്ക് യു മാം. നോ പ്രോബ്ലം. വേറെ എനി ക്വസ്റ്റ്യൻസ്? അല്ലെങ്കിൽ ഞാനിങ്ങനെ ബാക്കി ലൈക്ക് ഇനിയിപ്പോ PhD ജേർണിയാണ് ഞാനിനി. പക്ഷെ രണ്ട് കാര്യങ്ങളും കൂടി എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 2 ഇന്റേൺഷിപ്സ് ചെയ്ത കാരണം കൊണ്ടാണ് എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. എനിക്ക് ഫിസിക്സ് ആണോ വേണ്ടേ, കെമിസ്ട്രി ആണോ വേണ്ടേ. അപ്പൊ നിങ്ങൾ നോട്ട് നെസസറിലി നിങ്ങൾക്ക് വേണ്ട ഫീൽഡിൽ തന്നെ അല്ലാണ്ട് കുറച്ചും കൂടി വേറെ ഫീൽഡ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഫീൽഡുകൾ എക്സ്പ്ലോർ ചെയ്യണത് നല്ലതാണ് കേട്ടോ. ആക്ച്വലി നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആക്ച്വലി ഏതിലാണെന്ന് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പായിരിക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, മാസ്റ്റേഴ്സ് ഞാൻ ചെയ്തത് ആസ്ട്രോഫിസിക്സിലല്ല. സോ എന്റെ ജീവിതത്തിൽ ആസ്ട്രോഫിസിക്സ് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ മാസ്റ്റേഴ്സ് ആസ്ട്രോഫിസിക്സിലല്ല ചെയ്തത്. ഞാൻ കാരണം ആ സമയത്ത് ഐസറിൽ കുറച്ച് ഫാക്കൽറ്റിയുടെ ബ്രാഞ്ചസ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഫിസിക്സ് മേജർ ചെയ്ത എനിക്ക് ഓപ്ഷൻസ് ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനെ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ്, അല്ലെങ്കിൽ സ്റ്റാറ്റ്സ്, അങ്ങനെ നമ്മുടെ ഏതൊക്കെ ഫാക്കൽറ്റി അല്ലെങ്കിൽ ടീച്ചർ പ്രൊഫസേഴ്സ് അവൈലബിൾ ആണോ അവരുടെ അടിയിലാണ് നമുക്ക് ചെയ്യാം. അത് 2-3 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മേജർ പ്രോജക്ട് എടുക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് ആസ്ട്രോഫിസിക്സ് അവരുടെ അടിയിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ക്വാണ്ടം ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ഒരു സബ്ജക്ട്, ഫിസിക്സിന്റെ തന്നെ ഒരു സബ് ഫീൽഡാണ്, അതിലാണ് ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് കിട്ടിയ സ്കിൽസും ഞാനത് അപ്ലൈ ചെയ്യണ സമയത്ത് എനിക്ക് PhDക്ക് ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കത് എന്റെ CV വീണ്ടും ഉൾപ്പെടുത്താൻ പറ്റും. സോ ഇറ്റ് ഡസ് നോട്ട്, നിങ്ങൾ 5th ഇയർ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കരിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക് സ്വിച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് ആ ഒരു ഏരിയ വൈഡ് ആക്കിയിട്ട് വെക്കുക. നിങ്ങളിപ്പോ ചെയ്ത പ്രോജക്റ്റിൽ തന്നെയല്ല നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട വേറെ താല്പര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കി വെക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഇത് തന്നെയാണ് സ്പെസിഫിക് ആയിട്ട് ഇത് തന്നെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് നേരത്തെ കൂടിയിട്ടുള്ള ഒരു ഐഡിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഇത് തന്നെയാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അത് പിടികിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പബ്ലിക്കേഷൻ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഐസർ മാസ്റ്റേഴ്സ് കഴിയുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പബ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു റിസർച്ച് ആർട്ടിക്കിളോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് PhD കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. ഇപ്പോ ലൈക് കോമ്പറ്റീഷൻ കൂടി കൊണ്ടുവരികയാണ് ലൈക് PhD കിട്ടാൻ വേണ്ടിയിട്ട്. ലൈക് ഇവിടെയാണ് കാണുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു റിസർച്ച് പേപ്പർ ഒക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിവിടെ അണ്ടർ ഗ്രാഡ്സ് ലൈക് PhDക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ലൈക് പുറത്തുനിന്ന് വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും, ഒരു പേപ്പർ ഉണ്ടെങ്കിലും പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഞാൻ എന്നാ PhDക്ക് കറക്കട്ടെ. ഐസറിന്റെ BSMS കഴിഞ്ഞിട്ട് ഐസറിലേക്ക് ഐസറിന്റെ ജേർണി ഇപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ PhD US എങ്ങനെയാണ് PhD, എന്തൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. ഞാൻ കുറെ തംസ് അപ്പ് ഒക്കെ കാണുന്നു, പക്ഷെ ചോദ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ, ഞാൻ 2013 തൊട്ട് 18 കഴിഞ്ഞിട്ട്, അപ്പൊ 18 ഞാൻ ഐസറിന് പാസ് ഔട്ട് ചെയ്യണതിന്റെ ഒപ്പം തന്നെ എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊല്ലം തന്നെ എനിക്ക് പെർഡ്യൂവിൽ വന്ന് ജോയിൻ ചെയ്യാൻ ഒരു ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞിട്ട്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, 2017 തൊട്ടിട്ട് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി. ലൈക് 2017 നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ US എക്സാക്ട് ആപ്ലിക്കേഷൻ കുറച്ച് സൈക്കിള് അതിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സമയത്ത് വേറൊരു സെഷൻ വേണമെങ്കിൽ വെക്കാം. ലൈക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ടു ഡു ദാറ്റ്. പക്ഷെ ആകെ കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏർലി ഓൺ നിങ്ങളുടെ മാസ്റ്റേഴ്സ് കഴിയുന്നതോട് കൂടി തന്നെ ഒരു ഓഫർ കിട്ടുന്ന രീതിയിലാണ് മിക്ക ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളത് PhD ചെയ്യാൻ. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസർച്ച് വീണ്ടും കുറച്ച് നാൾ ഐസറിൽ തന്നെ നിന്നിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നാൾ അവിടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ വീണ്ടും അപ്ലൈ ചെയ്യും. അപ്പൊ അവർക്ക് വീണ്ടും കിട്ടും. സോ ഓപ്ഷൻസ് ആർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇയർ ബ്രേക്കിനൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു വർഷം പോകണ്ട, അങ്ങനത്തെ കൺസേൺസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5th ഇയർ കഴിയുന്നതോട് കൂടി തന്നെ നിങ്ങളൊരു അപ്ലൈ ഒക്കെ യൂണിവേഴ്സിറ്റീസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ ഓഫർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ആൽഫി പ്രിൻസ്റ്റണിൽ അപ്ലൈ ചെയ്തിട്ട് ആൽഫിക്ക് അപ്പൊ തന്നെ ഓഫർ കിട്ടിയില്ല. ആൽഫി പറഞ്ഞില്ലേ ഓഫർ എന്തായാലും എവിടെ അപ്ലൈ ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അത് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ ആക്ച്വലി ഏകദേശം ഒരു 10-12 യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ US യൂറോപ്പിലും ഫുൾ രണ്ടും കൂടിയിട്ട് ഏകദേശം ഒരു 10-15 യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് US പെർഡ്യൂ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിന്ന് മാത്രമാണ് എനിക്ക് കോള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതെന്റെ സെക്കൻഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ജനറൽ ആയിട്ട് പറയുന്നത് ഒരു ടോപ്പ് ആയിട്ട് നമുക്ക് തോന്നണ യൂണിവേഴ്സിറ്റി ഒരു 2 കരുതുക. പിന്നെ നമുക്കൊരു സേഫ് സ്കൂൾ, അല്ലെങ്കിൽ നമുക്ക് ആവറേജ് ഒരു നല്ല റിസർച്ച് നടക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര ടോപ്പ് റാങ്ക്ഡ് ലിസ്റ്റിലൊന്നും ഇല്ലാത്ത യൂണിവേഴ്സിറ്റി കരുതി വെക്കുക. പിന്നെ ഒരു സേഫ് സ്കൂൾ ആയിട്ട് 2-3 സേഫ് സ്കൂൾ. നമ്മുടെ പ്രൊഫൈൽ നമ്മൾ 5th ഇയർ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും PhD ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിവിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ചാൻസസ് കുറച്ചും കൂടി വൈഡൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ടോപ്പ് സ്കൂൾസ് മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ചിലപ്പോൾ അത് അത്ര വരെ എത്തിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടാണ്ട് വരും. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഞാനൊരു ടോപ്പ് മീഡിയം സേഫ് എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തത്. അതിന് കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പെർഡ്യൂല് ഞാൻ 6 years ആയിരുന്നു, 6 വർഷം PhD ഉണ്ട്. അതൊരു വളരെ ഒരു നീണ്ട പ്രോസസ്സായിട്ട് തോന്നും, പക്ഷെ അതൊരു വർത്ത് ഓഫ് എ ജേർണിയാണ്. ഒരു റിസർച്ചറിന് ഉപരി നമ്മളൊരു പേഴ്സൺ ആയിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മളെ ട്രെയിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ജേർണിയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഡിറ്റർമൈൻഡും ഡെഡിക്കേറ്റഡും പാഷനോടെ റിസർച്ചിനെ കാണുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ദിസ് ഇസ് ദ വേ ഐ ചോസ്. മേ ബി നിങ്ങളിൽ കുറെ പേര് ഇങ്ങനെ ആസ്പയർ ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ഒരു ലാബ് പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ടോപ്പ് ക്ലാസ് ഫെസിലിറ്റീസിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ഗുഡ് വേ. പക്ഷെ ഞാൻ അറ്റ് ദ സെയിം ടൈം ഹാർഡ് റിയാലിറ്റി ചെക്ക്, ഇതൊരു എളുപ്പമുള്ള പ്രോസസ് അല്ല. PhD is a 6-year process. അപ്പോൾ നിങ്ങൾ ഇപ്പൊ US-ലും അബ്രോഡിലൊക്കെയാണ് നിങ്ങൾ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഫാർ അവേ ഫ്രം ഹോം. വീട്ടിന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ കംഫർട്ട് സോണിനൊക്കെ നമ്മൾ മാറി ഒരു വേറൊരു കൺട്രിയിലൊക്കെ പോകുമ്പോൾ കുറച്ച് ചാലഞ്ചസ് ഒക്കെ, കുറച്ച് അധികം ചാലഞ്ചസ് ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ട് നമ്മളിൽ തന്നെയുള്ള ഒരു മോട്ടിവേഷൻ, നമുക്ക് ഒരു സപ്പോർട്ടും കണ്ടെത്തിയിട്ട് നമ്മൾ അതിന് ആ ചാലഞ്ചസിനൊക്കെ ഓവർകം ചെയ്യുമ്പോൾ നമ്മൾ ലൈക്ക് നമ്മളായിട്ട് തന്നെ ഒരു ലൈഫിനോടുള്ള ഒരു പെർസ്പെക്റ്റീവും നമ്മൾ ഓവറോൾ ആയിട്ട് ഒരു പേഴ്സണാലിറ്റി നമ്മുടെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും ഒരു PhD കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഇഫ് യു ആർ റിയലി ഡെഡിക്കേറ്റഡ് ടു ഡു ദാറ്റ്, ഓൺലി ഡു ഇറ്റ്. അല്ലാണ്ട് ഐസർ കഴിഞ്ഞിട്ട് വേറെ ഇഷ്ടം പോലെ അടിപൊളി ഓപ്ഷൻസും ഉണ്ട്. ലൈക്ക് ഇതിനോടാണ് നിങ്ങളുടെ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു PhD ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഫീൽ ലൈക്ക് ആ ഒരു 6-year ജേർണി ഇസ് വർത്ത് ഇറ്റ്. അത് നിങ്ങൾ കുറെ പഠിക്കാൻ, നിങ്ങൾക്ക് കുറെ വാല്യൂസും നിങ്ങൾക്ക് കുറെ സ്കിൽ സെറ്റ്സും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണിയാണ്. അപ്പൊ ലൈക്ക് ഞാൻ ഇവിടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു, ഞാനിത് ഈ സ്ലൈഡിൽ ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ടുണ്ട്. 6 yearലുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഐസറിലുള്ള ഫസ്റ്റ് 2 years പോലെ തന്നെ നമുക്ക് കോഴ്സ് വർക്ക് ഉണ്ട്. പക്ഷെ സ്പെസിഫിക് നിങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയാണ്, ഇപ്പൊ ഫിസിക്സിലാണ് PhD അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് മാത്രമായിരിക്കും. അവിടെ ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി കുറച്ച് കുറവായിരിക്കും. നിങ്ങളുടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഫിസിക്സ്, ഞാൻ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമിയിൽ അപ്പോൾ എനിക്ക് കോഴ്സുകളൊക്കെ മിക്കതും ഫിസിക്സ് ആയിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫിനാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ US-ലത്തെ മിക്ക PhD പൊസിഷൻസും സ്കോളർഷിപ്സ് ഉള്ളതാണ്. PhD പൊസിഷൻസ്, മാസ്റ്റേഴ്സ് കുറച്ച് ഡിഫറെന്റ് ആണ്. PhD-യിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ തരുന്ന സമയത്ത് തന്നെ അതിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ ഈ സ്കോളർഷിപ്പ് എങ്ങനെയാണ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 കൊല്ലം നമ്മൾ യൂണിവേഴ്സിറ്റിയിലത്തെ അണ്ടർ ഗ്രാഡ്സ്, നമ്മുടെ BSMS ആയ പോലെ തന്നെ അവിടുത്തെ അണ്ടർ ഗ്രാഡ്സ്, അവിടുത്തെ BSMS സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കും. അപ്പൊ അതൊരു ഭയങ്കരമായിട്ടുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ ടീച്ചിങ് എക്സ്പീരിയൻസിൽ കുറച്ച് സാലറീഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസസും കുറച്ച് സേവ് ഒക്കെ ചെയ്യാൻ ഇതിൽ പറ്റും. ഈ 2 years നിങ്ങൾ ടീച്ചിങ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയും. പുതിയ തന്നെ നമ്മൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരോ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇത് ഞാൻ ഇപ്പൊ ആസ്ട്രോഫിസിക്സ് മാത്രമായിട്ട് നിങ്ങൾ നോക്കി വിചാരിക്കരുത്. ഇത് US-ലത്തെ ജനറൽ PhD സ്ട്രക്ചർ ഇങ്ങനെയാണ്. പക്ഷെ ഓരോരോ സ്പെസിഫിക് യൂണിവേഴ്സിറ്റിനനുസരിച്ചിട്ട് അത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഓക്കെ, പിന്നെ PhD തരണം ചെയ്യാൻ 3 ഘട്ടങ്ങളാണ് ചെന്നൈയുടെ. അത് തന്നെ ഒരു ക്വാളിഫയിങ് എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം ഉണ്ട്. ആ എക്സാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോ BSMS പഠിച്ച് മാസ്റ്റേഴ്സ് ലെവൽ പഠിച്ചതിന്റെ ഒരു ടെസ്റ്റ് പോലെയാണ്. ഇതും ഭയങ്കര യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡന്റ് ആണ്. ചില യൂണിവേഴ്സിറ്റീസിൽ ഇപ്പൊ PhD ലൈക്ക് മറ്റേ ക്വാളിഫയിങ് എക്സാം ഇല്ല, ചില യൂണിവേഴ്സിറ്റീസിൽ ഇപ്പൊ ഉണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യണ യൂണിവേഴ്സിറ്റീസിനനുസരിച്ചിട്ടിരിക്കും, അവരുടെ PhD സ്ട്രക്ചറിനനുസരിച്ചിട്ടിരിക്കും. എനിക്ക് പേഴ്സണലി ക്വാളിഫയിങ് എക്സാം എഴുതേണ്ടി വന്നിരുന്നു. പക്ഷെ ഞാൻ പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ക്വാളിഫയിങ് എക്സാം മാറ്റി. അപ്പൊ ഭയങ്കര യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് ആ ഒരു ഇത്തിരി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ക്വാളിഫയിങ് എക്സാമിൽ പാസ് ആയിട്ടുള്ളത്. 2-3 അറ്റംപ്റ്റ്സ് ഉണ്ട്, പക്ഷെ അത് മാറ്റിയത് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു 3 കൊല്ലം മുമ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് ഇത്തിരി കൂടി എളുപ്പമായേനെ എന്നുള്ള ഒരു രീതിയൊക്കെ ആയിരുന്നു. പക്ഷെ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രസന്റേഷൻ, നമ്മളൊരു റിസർച്ച് ഏരിയ ചൂസ് ചെയ്യുന്നു, ഒരു പ്രോബ്ലം ചൂസ് ചെയ്യുന്നു. ആ പ്രോബ്ലത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വർക്ക് ചെയ്തു, എന്നിട്ട് അത് നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള തക്കത്തിലുള്ള ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്മിറ്റി, ഒരു 3-4 ആൾക്കാർ, ഒരു ഫാക്കൽറ്റിയുള്ള ഒരു കമ്മിറ്റി, ആ ഒരു കമ്മിറ്റിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ട് അത് നമ്മൾ ഒരു കാൻഡിഡേറ്റ്, നമുക്ക് PhD കിട്ടാൻ യോഗ്യത ഉണ്ട് എന്നുള്ളൊരു PhD കാൻഡിഡേറ്റ് എന്നാണ് അതിന് പറയുക, അങ്ങനെയുള്ളൊരു ഇതിലെത്തും. അത് കഴിഞ്ഞിട്ട് ഫൈനൽ നമ്മൾ PhD കാൻഡിഡേറ്റ് ആയിട്ടാണ് ഒരു ഫൈനൽ 2 കൊല്ലം നമ്മൾ നിൽക്കുക. അത് ഏറ്റവും 6th year അല്ലെങ്കിൽ 5th year, അത് നമ്മുടെ ടൈം ലൈനും റിസർച്ചും അനുസരിച്ചിട്ടിരിക്കും. 6th yearലാണ് നമ്മൾ തീസിസ് എഴുതാൻ തുടങ്ങിയിട്ട് തീസിസ് ഡിഫെൻഡ് ചെയ്യുക. തീസിസ് ഡിഫെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റ് എടുത്തു, ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തു, ആ പ്രോജക്റ്റിൽ റിസർച്ച് ചെയ്തു, ആ പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ റിസർച്ച് ചെയ്തതിന് കുറച്ച് റിസൾട്ട്സ് ഉണ്ടായി, ആ റിസൾട്ട്സ് നമ്മൾ പബ്ലിക്കേഷൻ ആക്കി. ഇതാണ് ജനറൽ പ്രോസസ്.
അപ്പൊ നമ്മൾ PhD കഴിയാറാവുമ്പോഴേക്കും നമുക്ക് ജനറലി പറയാം ഒരു 2 പബ്ലിക്കേഷൻ അല്ലെങ്കിൽ 3 പബ്ലിക്കേഷൻ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും നമ്മൾ റിസർച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇല്ലെങ്കിൽ ഇതൊന്നും ഇഷ്ടമായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടക്കി വെച്ച് പോവാ, പേപ്പറിന്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനധികം PhDക്ക് സ്കിൽസ് കിട്ടിയിട്ടുണ്ട്, ഇൻഡസ്ട്രി അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇനിയും പഠിക്കേണ്ട അല്ലെങ്കിൽ ഇനിയും പോസ്റ്റ് ഡോക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിനപ്പുറം ചെയ്യേണ്ട എന്നൊന്നും ലൈക്ക് എനിക്ക് റിസർച്ച് ചെയ്തത് മടുത്തു എന്ന് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന PhD എന്ന് പറഞ്ഞൊരു ഡിഗ്രി ഭയങ്കര വാല്യുബിൾ ആണ്. അത് നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ പേയിങ് ജോബ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി മദർ ലൈക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ PhD വേണ്ട ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ഏത് ഫീൽഡാണെങ്കിലും ആസ്ട്രോഫിസിക്സ് മാത്രമല്ല ഏത് ഫീൽഡാണെങ്കിലും കുഴപ്പമില്ല. ഇനി ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായം എന്റെ ജീവിതത്തിൽ വന്നത് ഇവിടെ ഞാൻ PhD ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു ലാബില് ഒരു സാറിന്റെ അടുത്ത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ എന്റെ കോർ റീസെർച്ച് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ മരിക്കുമ്പോൾ എങ്ങനെയാണ് മരിക്കുക എന്നുള്ളതാണ് എന്റെ കോർ. സൂപ്പർനോവേ എന്നുള്ള ഒരു എക്സ്പ്ലോഷൻസ് അല്ലെങ്കിൽ സൂപ്പർനോവ ആണ് എന്റെ ജനറൽ റിസർച്ച്. സോ ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത് ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ഇന്റർഡിസിപ്ലിനറി വിത്തിൻ ഫിസിക്സ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഫിസിക്സിന്റെ ഫൗണ്ടേഷൻ വേണം. നമ്മൾ ചില സമയത്ത് ക്ലാസിക്കൽ മെക്കാനിക്സ് ഹാറ്റ് ഇടേണ്ടി വരും, നമ്മൾ ചില സമയത്ത് ക്വാണ്ടം മെക്കാനിക്സ് ഹാറ്റ് ഇടേണ്ടി വരും, നമ്മൾ ചില സമയത്ത് ഹൈ എനർജി ഫിസിക്സ്, ഇതൊക്കെ ഓരോരോ ഫിസിക്സിന്റെ ഓരോരോ സബ് ബ്രാഞ്ചുകളാണ്. അപ്പൊ നമ്മൾ ഐസറിലായ സമയത്തും ഗ്രാജുവേറ്റ് സ്കൂൾ അല്ലെങ്കിൽ PhD ചെയ്യുന്ന സമയത്തും ഇതിന്റെയൊക്കെ നമുക്ക് ഓരോരോ ചെറിയ ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് നമ്മൾ എല്ലാവരും ഭയങ്കര ഡീപ്പ് ആയിട്ടല്ല, പക്ഷെ ഓവർവ്യൂ ആയിട്ട് നമുക്ക് ഇതൊക്കെ എന്താണെന്നുള്ളൊരു ബേസ് നമുക്ക് കിട്ടും. എന്നിട്ട് ആ ബേസ് ഡെവലപ്പ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പൊ ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 സബ്ജക്റ്റിൽ ഉപരി ഫിസിക്സിൽ തന്നെ പലതരം ഫിസിക്സിന്റെ കോൺസെപ്റ്റ്സ് കൂടിയിട്ട് ഒന്നിച്ചു വന്നിട്ടുള്ള ഒരു ഇന്റർഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണെന്നാണ് ഞാൻ പറയുള്ളൂ ആസ്ട്രോഫിസിക്സ്. കാരണം ഫിസിക്സിന്റെ പല മേഖലകളിലും ഉള്ള വിവരം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വേണ്ടി വരും നമുക്ക് ഫിസിക്സ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഐസറിൽ കിട്ടുന്ന ഫൗണ്ടേഷണൽ ഫിസിക്സ്, ഈവൻ സ്കൂളിൽ കിട്ടുന്ന ഫൗണ്ടേഷണൽ ഫിസിക്സ്, അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ആസ്ട്രോഫിസിക്സും അല്ലെങ്കിൽ ആസ്ട്രോണമി ഇൻ ജനറൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എന്നോട് ആരെങ്കിലും ചോദ്യം ചോദിക്കും, എങ്ങനെയാണ് ചേച്ചി എന്താണ് നക്ഷത്രങ്ങൾ മരിക്കുന്നു എന്നൊക്കെ പഠിക്കുന്നുണ്ട് പറഞ്ഞു എന്നൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെയാ ചേച്ചി ഇതൊക്കെ ചെയ്യാം? എങ്ങനെയാ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെലസ്കോപ്സ് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് സ്പേസിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും നമ്മൾ എർത്തിൽ ഇവിടെ നിന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ലൈക്ക് ലൈറ്റ് എന്നുള്ളൊരു ഇതാണ്. അവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മൾ ഇവിടുന്ന് ഭയങ്കര വലിയ ടെലസ്കോപ്പുകൾ കൂടെ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ആക്ച്വലി പഠിക്കുക. നിങ്ങളിൽ കുറെ ആൾക്കാർ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതേപ്പോഴും മലയാളം പറയാൻ ഞാൻ നല്ല ബോറാണ്, അതിനോട് ഞാൻ പറയണില്ല. ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്നുള്ളൊരു രീതി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പോലെ തന്നെ സ്പേസ് ടൈം നമ്മുടെ മാറ്റർ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഭയങ്കര ഹെവിലി ബ്ലാക്ക് ഹോൾസ് തമ്മിൽ മെർജ് ചെയ്തിട്ടും ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു സ്പെക്ട്രം ഉള്ള ഒരു കാര്യമാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റി വേവ്സ്. അപ്പൊ അങ്ങനെ ഭയങ്കര പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആസ്ട്രോഫിസിക്സ്. ഞാൻ സൂപ്പർനോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക് ഫീൽഡാണ് പഠിക്കണമെങ്കിലും ഇതിൽ തന്നെ കുറെ അധികം വെറൈറ്റി ഓഫ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെറിയ ഒരു ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ മാത്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു നിഷ് നമ്മൾ എടുക്കും. മേ ബി ആസ്ട്രോഫിസിക്സിന്റെ വേറൊരു നിഷ് എടുക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ചെറുതായി അവസാനം നിങ്ങൾ ഒരു പബ്ലിഷ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻക്രിമെന്റൽ ചേഞ്ച് ആണ് നടത്തുന്നത്. സയൻസിനെ ഭയങ്കര ചെറുതായിട്ട് നിങ്ങളൊരു വളരെ നീഷായിട്ടുള്ള ഒരു ചെറിയ ഒരു കാര്യം എടുത്തിട്ടാണ് പഠിച്ചിട്ട് അതിനെ അഡ്വാൻസ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. എങ്ങനെ അഡ്വാൻസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്ത ആൾക്കാരുടെ വർക്കൊക്കെ നമ്മൾ പഠിച്ച് വായിച്ച് ഇനി എന്താണ് പുതിയത് ചെയ്യാൻ പറ്റുന്നൊക്കെ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടുമാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നിർത്താം, കാരണം ഇവിടെ എനിക്ക് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഇവിടെ ആസ്ട്രോഫിസിക്സിനെ കുറിച്ചിട്ടും ആസ്ട്രോഫിസിക്സിലത്തെ കാര്യങ്ങളും ഞാൻ പുളു അടിക്കില്ല. ആക്ച്വലി ഞാൻ ടെലസ്കോപ്പ് പോയി ഒബ്സർവ് ചെയ്യാറുണ്ട്. സത്യമായിട്ടും ഇതാണ് അതിന്റെ പ്രൂഫ്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിൽ ആക്ച്വലി കുറെ അധികം ടെലസ്കോപ്പിക് റിസോഴ്സസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് തന്നെ കുറെ ആക്സസുകൾ ഉണ്ട്, കുറെ ഡിഫറെന്റ് ടെലസ്കോപ്പ്. അപ്പൊ ഞാൻ ഇവിടെ എന്റെ പോസ്റ്റ് ഡോക്ക് ഞാൻ എന്റെ PhD കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഡോക്ക് ചെയ്യണ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഇവിടെ ഈ KPN എന്ന് പറഞ്ഞിട്ട് കിപ്പിക് നാഷണൽ ലബോറട്ടറി, ഇവിടെ 22 ടെലസ്കോപ്പ് ഉണ്ട്. വിവിധ തരം, വിവിധ ഷേപ്പിലും വിവിധ സൈസിലും. സോളാർ ടെലസ്കോപ്പ് ഉണ്ട്, അതേപോലെ തന്നെ 2 മീറ്റർ ടെലസ്കോപ്പ് ഉണ്ട്, 4 മീറ്റർ ടെലസ്കോപ്പ് ഉണ്ട്. ടെലസ്കോപ്പിന്റെ സൈസ് കൂടുന്തോറും നമുക്ക് കൂടുതൽ സയൻസും അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സും ചെയ്യാൻ പറ്റുന്ന
ഒരു ഇതാണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്യണത് ഈ ഗ്രൗണ്ട് എന്ന് ചെയ്യണതെല്ലാം നമ്മള് കണ്ണിൽ കാണുന്ന വെളിച്ചം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ വേവ് ലെങ്സ് എന്ന് പറയും. നമുക്ക് കണ്ണിൽ കൂടെ കാണാൻ പറ്റുന്ന രശ്മികൾ, ആ ഒരു വേവ് ലെങ്ത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ 12th അപ്പൊ കണ്ണിൽ കൂടെ ലൈക്ക് ഓപ്റ്റിക്കൽ വേവ് ലെങ്തിലുള്ളത് മിക്കതും അറ്റ്മോസ്ഫിയറിൽ കൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ ഗ്രൗണ്ടിലുള്ള ടെലസ്കോപ്പ് കൂടെയാണ് നമ്മൾ അതിന് പഠിക്കുന്നത്. ആരൊക്കെ ഇതില് ഇപ്പൊ ഈ ഓഡിയൻസിൽ ആരൊക്കെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ആരൊക്കെ കേട്ടിട്ടുണ്ട്? ഞാൻ, ശ്രദ്ധ മനീഷ്, നിഹാൽ MP, യദു അമ്പാടി, കുറെ പേര്. ഇതൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? യെസ്, കേട്ടിട്ടുണ്ട്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു. ഞാൻ PhD ചെയ്ത സ്ഥലത്ത് അവിടുത്തെ പ്രൊഫസറിന് ആ ടെലസ്കോപ്പ് കൂടെ ഒരു സൂപ്പർനോവ റെമനന്റ് എന്ന് പറയും, ഒരു സൂപ്പർനോവ ഉണ്ടായിട്ട് നമ്മുടെ ഗാലക്സിയിൽ തന്നെയുള്ള ഒരു സൂപ്പർനോവ റെമനന്റ്, ഒരു സൂപ്പർനോവ ഉണ്ടായിട്ട് അതിന്റെ എക്സ്പ്ലോഷൻ എങ്ങനെയാണ് ഉള്ളതെന്ന് ഡീറ്റെയിൽ ആയി പഠിക്കാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർനോവ റെമനന്റ് JWST വെച്ചിട്ട് നോക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. ലൈക്ക് അങ്ങനെ അതിനൊരു പേപ്പർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ ലൈക്ക് ആസ്ട്രോഫിസിക്സിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഭയങ്കര ലൈക്ക് പ്രൊലിഫിക് ആണ്. കുറെ അധികം നമുക്ക് ഇപ്പൊ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് കേട്ടിട്ടുണ്ടാവും ആൾക്കാർ, അല്ലെങ്കിൽ ജെയിംസ് വെബ്, ഇതൊക്കെ സ്പേസിലുള്ള ടെലസ്കോപ്പാണ്. ഗ്രൗണ്ടിൽ ടെലസ്കോപ്പ് ഉള്ള പോലെ തന്നെ നമുക്ക് സ്പേസിലും ടെലസ്കോപ്പ് വിട്ടിട്ട് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് 2019 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബ്രില്യൻ സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനായിട്ടും കൂടുതൽ നമ്മൾ ഫൗണ്ടേഷണൽ ആയിട്ട് ആസ്ട്രോഫിസിക്സിൽ ബിലീവ് ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതായിട്ടും കൂടുതൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ആസ്ട്രോഫിസിക്സ്. എസ്പെഷ്യലി ഇന്ത്യയിലും ഇപ്പൊ ആസ്ട്രോഫിസിക്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഇന്ത്യയിലത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇന്ത്യയിൽ എന്തൊക്കെയാണ്? ഐസർ അല്ലാണ്ട്, ഐസറിൽ തന്നെ ഇപ്പോ ഐസർ മൊഹാലിയിലൊക്കെ കുറെ ആസ്ട്രോഫിസിക്സ് ഉണ്ട്. അവരൊക്കെ ഫാക്കൽറ്റി ആയിട്ടാണ്. അപ്പൊ അവിടെ ഐസർ ട്രിവാൻഡ്രത്തും ഒരു മാം ഉണ്ട്, ശബ്നം മാം എന്ന് പറഞ്ഞിട്ട് ഒരു മാം ഉണ്ട്. ഡേറ്റാ സയൻസിലാണ്, പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഐസർ ആയിട്ടില്ല. ലൈക്ക് ഒരു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആസ്ട്രോഫിസിക്സ് അത്രയ്ക്കൊന്നുമില്ല. ഇപ്പൊ ഫിസിക്സും ഡേറ്റാ സയൻസിനും ഉള്ള ഒരു രണ്ടിലും ഫാക്കൽറ്റി കുറച്ച് സ്പ്രെഡ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഇപ്പൊ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ആസ്ട്രോഫിസിക്സ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IUCAA, ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, പൂനെയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആസ്ട്രോഫിസിക്സിലുള്ള ഫാക്കൽറ്റിയും റിസർച്ച് ചെയ്യണതും PhDയും എനിക്ക് അവരുടെ അണ്ടർഗ്രാഡ് പ്രോഗ്രാം അല്ലെങ്കിൽ BSMS ബാച്ചലർ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല. പക്ഷെ ഐ ക്യാൻ റീസർച്ച് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. പക്ഷെ അത് വൺ ഓഫ് ദ ഓപ്ഷൻസ് ആണ്. പിന്നെ NCRA, നാഷണൽ സെന്റർ ഫോർ റേഡിയോ ആസ്ട്രോണമി എന്ന് പറഞ്ഞിട്ട് NCRA, അതും പൂനെയിലാണ്. ഇന്ത്യയിൽ കുറച്ചും കൂടി കൂടുതൽ റേഡിയോ വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മളിപ്പോ ഒപ്റ്റിക്കൽ പറയും, റേഡിയോ പറയും, മൈക്രോവേവ് പറയും, എക്സ്റേ പറയും, UV പറയും, ഇതൊക്കെ പല ഡിഫറെന്റ് വേവ് ലെങ്ത്സ് ആണ്. അപ്പോൾ ഓരോ വേവ് ലെങ്ത്തിലും സ്പെസിഫിക് ആയിട്ട് ഓരോരോ സയൻസ് ആണ് ആസ്ട്രോഫിസിക്സിനെ സംബന്ധിച്ചോളം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ടുള്ള ആസ്ട്രോഫിസിക്സ് റീസർച്ച് റേഡിയോ ആസ്ട്രോണമിയാണ്. അപ്പൊ കുറെ റേഡിയോ ആസ്ട്രോണമേഴ്സ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അവിടെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എന്റെ 3rd ഇയർ ഒക്കെ ആയ സമയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വളരെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പറ്റുന്ന സ്ഥലമാണ്. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്കിത് സ്ഥിരം സ്വഭാവമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു ഈ ടോക്കിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സ്കൈ ഈസ് ഫോർ എവ്രിവൺ ആണ്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളെല്ലാവർക്കും സയൻസിന് ഒരു ബൗണ്ടറീസും ഇല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും സയൻസ് ചെയ്യാം. അത് ആസ്ട്രോഫിസിക്സ് മാത്രമല്ല, ഏത് സയൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സയൻസിൽ ഒരു കരിയർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മളെ നിർത്തുന്നത്. വേറെ ആരും നമുക്ക് നിർത്താനില്ല. നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്യൂരിയോസിറ്റിനെ നമ്മൾ തന്നെയാണ് ലിമിറ്റ് ചെയ്യണത്. വേറെ ആരും ലിമിറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. നമ്മൾ തന്നെയാണ് അതിനെ പുഷ് ചെയ്ത് നമുക്ക് സയൻസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏതൊരു കാര്യം ഇൻ ജനറൽ നമുക്ക് ഒന്നിനും ലിമിറ്റ് ഇല്ല. നമ്മളാണ് എല്ലാവരുടെയും ലിമിറ്റ്. നമ്മൾ തന്നെയാണ് ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചിന്തിക്കുക. സയൻസ് എല്ലാവർക്കും ഉള്ളതാണ്. ഈ സ്കൈ ഈസ് ഫോർ എവ്രി വൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ഒരു കളക്ഷൻ ഓഫ് വിമൻ ആസ്ട്രോണമേഴ്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്ട്രോണമി US-ലത്തെ പല യൂണിവേഴ്സിറ്റിയിലും ഫാക്കൽറ്റിയും അല്ലെങ്കിൽ പ്രൊഫസറും ആയിട്ടുള്ള പല വിമൻ ആസ്ട്രോണമേഴ്സ് കൂടിയിട്ട് അവർ കളക്റ്റീവ് ആയിട്ട് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്ന ഒരു ബുക്കിന്റെ പേരാണ് ആക്ച്വലി ദ സ്കൈ ഈസ് ഫോർ എവ്രി വൺ. അതെനിക്ക് തോന്നുന്നു ഭയങ്കര ആപ്റ്റ് ആണ്. കാരണം ഇവിടെ കുറെ ആസ്പിറൻസ് ഉണ്ട്. നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി തോന്നുമ്പോൾ നിങ്ങൾ രാത്രി ജസ്റ്റ്
ഈ ടോക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ പോയിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് ഒരു നക്ഷത്രത്തിനെ കണ്ടിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നോക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ സക്സസ് ആണ് അത്. ഞാനത് വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഇനി നമുക്ക് ഫുൾ ഇന്ററാക്ഷൻസ് ആക്കാം. എപ്പോഴും നോക്കും. ആദിത്യൻ, യെസ്, നൈസ്. ഇനി ലൈക്ക് നമുക്ക് ഇനി ബാക്കി ഫുൾ ചോദ്യം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ആസ്ട്രോഫിസിക്സ് എന്നുള്ളൊരു എങ്ങനെയാണ് എന്റെ ഡേ ടു ഡേ ലൈഫ് എന്നൊക്കെ അറിയാനുള്ള താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം മോർ ദാൻ ഹാപ്പി ടു ആൻസർ. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ അറ്റ് ദിസ് പോയിന്റ്? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുന്നേ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ദിസ് ഇസ് ദ ഓപ്പർച്യൂണിറ്റി. ആദിത്യൻ ചോദിച്ചോ? യെസ് പ്ലീസ്. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മാം, നമ്മുടെ ഈ റിസർച്ച് ആസ്ട്രോഫിസിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഡേറ്റാസ് കിട്ടുന്നത് ഈ റോ ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കില്ല. നമുക്ക് സിസ്റ്റമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഡേറ്റാസ് വരും. അപ്പൊ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴത്തേക്ക് റിസർച്ച് അല്ല, അങ്ങനെയല്ല. എന്നാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഈ ഒരു ഡേറ്റാസ് മാത്രം വെച്ച് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാ നമുക്കൊരു ബോറിങ് അങ്ങനെയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ടോ? നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ബോറിംഗ് ആയിട്ട് ഒന്നും തോന്നില്ല. കാരണം ഒന്നും തോന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഇത് ചെയ്താൽ മേ ബി തോന്നുമായിരിക്കും. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു ഇപ്പൊ എന്റെ ഒരു റിസർച്ചിനെ ആംഗിൾ ചെയ്തിട്ട് ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇമേജ് ചെയ്യണത് ഈ ടെലസ്കോപ്പിന്ന് സൂപ്പർനോവയാണ്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാം ഈ സൂപ്പർനോവ എവിടെയാണ് എങ്ങനെയാണെന്ന്. എനിക്ക് ടെലസ്കോപ്പിന് അവിടെ പോയിന്റ് ചെയ്തിട്ട് ഒരു ഇമേജ് കിട്ടുന്ന സമയത്ത് അതിനെ ഞാൻ കണ്ടുപിടിച്ചോ, അതിന് ആ ഇമേജിൽ ഉണ്ടോ, അതൊക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എന്നിട്ട് ആ സൂപ്പർനോവ അത് ഇമേജ് ആണ് കേട്ടോ. ഇനി ആ ഇമേജ് അല്ലാണ്ട് അതിന്റെ ഒരു സ്പെക്ട്രം കിട്ടിയെന്ന് വെക്കുക. ഈ ലൈറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, പ്രിസത്തിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കളർ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ലൈറ്റിന് നമുക്ക് ഇവിടുത്തെ ഈ സൂപ്പർനോവ എന്ന് പറയുന്ന ലൈറ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏതൊക്കെ കെമിക്കൽ എലമെന്റ്സ് ഉണ്ട് ആ സൂപ്പർനോവ ഈ സൂപ്പർനോവ തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ ബോറിംഗ് ഇതുവരെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ബോറിംഗ് ആയിട്ട് തോന്നുന്ന സമയത്ത് ഞാൻ ഇത് വിടും മിക്കവാറും. കാരണം അങ്ങനെ നമുക്കത് അതിനോട് ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് എന്നും നിൽക്കുന്നു. അത് പിന്നെ നമുക്ക് ബോറിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ എനിക്ക് അതുവരെ ഇത്രയും നാള് റിസർച്ച് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ബോറിംഗ് ആയിട്ട് ഉണ്ടായിട്ടില്ല. ഐ ഹോപ്പ് കുറച്ചും കൂടി നാളെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇത് ബോറിംഗ് ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. സോ പക്ഷെ ടു യുവർ ക്വസ്റ്റ്യൻ, ഈ റോ ഡേറ്റയാണ് നമുക്ക് കിട്ടണത്. പക്ഷെ നമുക്ക് അതിന് കുറെ സോഫ്റ്റ്വെയർസും കുറെ സ്കിൽസും ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും ഒരു കൈൻഡ് ഓഫ് ട്രെയിനിങ് ആണ്. നിങ്ങളുടെ PhD ആസ്ട്രോഫിസിക്സിലാണ് നിങ്ങൾ മേജർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിട്ടുന്ന റോ ഡേറ്റ നമ്മൾ കുറച്ച് പ്രോസസ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് സോഫ്റ്റ്വെയറും അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ട്രെയിനിങ് ഉണ്ട്. അത് നിങ്ങൾ PhD ചെയ്യണ സമയത്ത് തന്നെ നിങ്ങളുടെ വർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പഠിച്ചു വരാൻ പറ്റും. ഞാനും എന്റെ PhD തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഇപ്പൊ ഒപ്റ്റിക്കൽ വേവ് ലെങ്സ് ആണ് ഇങ്ങനത്തെ ഡേറ്റ കിട്ടിയിട്ട് റോ ഹാൻഡ് ഡേറ്റ കിട്ടിയിട്ട് അത് പ്രോസസ് ചെയ്തിട്ട് അതിന് റിസൾട്ട്സ് അല്ലെങ്കിൽ അതിന് എന്താണ് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സൂപ്പർനോവയിൽ എന്താണ് നടക്കണത്, എന്തൊക്കെ എനർജി ഉണ്ടാവും, ഏതൊക്കെ മാസമാണ്, എങ്ങനെയൊക്കെയാണ് ഉണ്ടായെന്നൊക്കെ അതിനെ കുറിച്ചിട്ടുള്ളൊരു ഐഡിയ എങ്ങനെയാണെന്ന് ആ അനാലിസിസ് ഒക്കെ ചെയ്യാൻ ഈ ആദ്യം തന്നെ ഈ റോ ഡാറ്റ നമ്മൾ പ്രോസസ് ചെയ്തിട്ട് നമുക്ക് അനലൈസബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് എത്തിക്കണം. ആക്ച്വലി അത് ആ ഒരു സ്കിൽ സെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ പ്രോപ്പർ ആയിട്ട് കിട്ടും. അത് ഏത് ഒരു ലാബ് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടേണ്ടതാണ്. I hope I answered your question, Adityan. താങ്ക് യു മാം. ഞാനിപ്പോഴ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഈ സിറ്റിസൺ സയൻസിന്റെ ഒരു പാർട്ടായിട്ട് ഒരു യൂണിവേഴ്സിന്റെ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഡേറ്റാസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ പോകുമ്പോഴത്തേക്ക് അത് മാറുമെന്നോ അങ്ങനത്തെ ഒരു ഡേറ്റാസ് അല്ല നമുക്ക് കിട്ടുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ സൂണിവേഴ്സ് ഒക്കെ ആക്ച്വലി ഭയങ്കര ലൈക്ക് ഈ സിറ്റിസൺ സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ കുറെ ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് കേട്ടോ സൂണിവേഴ്സ്. അവിടെ ഇങ്ങനെ ഓരോരോ പ്രോജക്ട്സും കുറെ ഡേറ്റ ആസ്ട്രോണമിയിൽ ഒരു പ്രോബ്ലം ആയി തുടങ്ങുമ്പോൾ അതിങ്ങനെ നമ്മള് ഇപ്പോ
റോ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗാലക്സി നിങ്ങൾ കണ്ടു. ഒരു ഗാലക്സിയിൽ ഇങ്ങനെ ആ ഗാലക്സിയുടെ ചുറ്റും ഇങ്ങനെ കുറെ ആമുകൾ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്പൈറൽ സ്ട്രക്ചർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു സ്പൈറൽ ഗാലക്സി എന്ന് പറയും. ഇനി അങ്ങനെ ഒരു ഗാലക്സി ഇല്ല, നമുക്കൊരു വട്ടത്തിൽ ഒരു ജസ്റ്റ് ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉള്ള ഒരു ഗാലക്സി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇറഗുലർ ഗാലക്സി എന്ന് പറയും. അപ്പൊ ഈ പ്രോജക്റ്റുകൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമേജ് തരും, നിങ്ങൾക്ക് ഒരു പിക്ചർ തരും. ആ പിക്ചറിൽ ഒരു ഗാലക്സി കാണും, നിങ്ങൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. അത് സ്പൈറൽ ആണോ അല്ലെങ്കിൽ അത് എലിപ്റ്റിക്കൽ ആണോ, അത് എങ്ങനെയാണോ. ഇതിനൊക്കെ ആക്ച്വലി നമുക്ക് സയൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സാധാ യൂണിവേഴ്സിൽ എത്ര അങ്ങനത്തെ റേറ്റ് ഉണ്ട്, എത്ര അങ്ങനത്തെ സ്പൈറൽ ഗാലക്സി ഉണ്ട്, എത്ര അങ്ങനത്തെ എലിപ്റ്റിക്കൽ ഗാലക്സി, എത്ര അങ്ങനത്തെ ഇറഗുലർ ഗാലക്സി ഉണ്ട്, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറെ ഡാറ്റ ഉള്ളതുകൊണ്ട് ഓരോ സയന്റിസ്റ്റിനും ഓരോ റിസർച്ചറിനും അതിരുന്നിട്ട് ഇങ്ങനെ നോക്കി പോകാൻ പറ്റാത്തതിന്റെ കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സിറ്റിസൺ സയൻസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം സിറ്റിസൺ സയൻസിൽ ഇങ്ങനെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ടാവും, ഇത് ചെയ്യാൻ താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ബേസിക്കലി നിങ്ങളത് ചെയ്യുമ്പോൾ നമ്മളെയാണ് അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്യണം. അതിന്ന് കിട്ടുന്ന കുറെ റിസൾട്ട്സ് വെച്ചിട്ട് നമ്മൾ ആക്ച്വലി സയൻസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. വേറെ ക്വസ്റ്റ്യൻസ്? I think good questions. Thank you. വേറെ ചോദ്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും? ഞാനൊരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിക്കും മോനെ. അതായത് നമ്മളിപ്പം ഈ ടെലിസ്കോപ്പില് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കറന്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ പല കാര്യവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഗസ്സുകൾ നടത്തുന്നുണ്ടല്ലോ. കാര്യം ഇപ്പൊ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, ബിഗ് ബാങ് എക്സ്പ്ലോഷൻ അല്ല ആക്ച്വലി എക്സ്പാൻഷൻ. അപ്പം ഇപ്പൊ നമുക്ക് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ പലപ്പോഴും NCERT ഒക്കെ വായിക്കുമ്പം കുട്ടികൾക്ക് ഇത് ഫീൽ ചെയ്യുക മേ ബി ഇതെല്ലാം ഒരു കഥ പോലെയാണ് തോന്നുക. ഓക്കെ, പണ്ട് ഇതായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു, ഇതൊക്കെ ആരാ കണ്ടതെന്നാണ് ഫസ്റ്റ് +2 ഒരു കുട്ടി ചിന്തിക്കുക. അപ്പൊ എത്രത്തോളം ഡാറ്റാ ബേസ്ഡ് ആണ് ഇതുപോലെ സയൻസ് പറയുന്ന ഈ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ കഥകൾ? അതിൽ എത്ര ആസ്ട്രോഫിസിക്സ് റോൾ ഉണ്ട് അതില്? ആക്ച്വലി വളരെ അധികം ഉണ്ട്. നമ്മള് ഇങ്ങനെ ഒരു വലിയൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ബിഗ് ബാങ് നടന്നു അല്ലെങ്കിൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൂരെ ഇങ്ങനത്തെ ഓരോരോ ഇതൊക്കെ ആക്ച്വലി എക്സ്പെരിമെന്റ് ബേസ്ഡ് ആണ്. ഇനി ഞാൻ എക്സ്പെരിമെന്റ് ബേസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ലാബിൽ ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു, ആ ലാബിൽ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഡാറ്റ കിട്ടുന്നു. ആ ഡാറ്റ നമ്മൾ കുറച്ച് മോഡൽസ് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ മോഡൽസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫിസിക്സ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്നുള്ളൊരു അറിവ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അറിവ് നമുക്ക് കിട്ടിയ ഡാറ്റ ഈ ലാബിൽ നമ്മളൊരു ചെയ്തൊരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കും. അപ്പൊ ആ മാച്ച് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം മാച്ച് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വിചാരിച്ച കാര്യം എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലത്തെ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ സ്പേസിൽ ഇമാജിൻ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് കുറെ ഫിസിക്സ് അറിയാം. നമ്മളിങ്ങനെ ഓരോരോ തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിന് ചുറ്റും ഇതായിരിക്കണം ഫിസിക്സ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള ഒരു ഇപ്പൊ സൂര്യന്റെ അടുത്ത് നമ്മൾ ഫിസിക്സ് എങ്ങനെയാന്ന് നമ്മൾ ജനറൽ റിലേറ്റിവിറ്റി അങ്ങനത്തെ ഞാൻ ടേംസ് ത്രോ ചെയ്യാണ്. പക്ഷെ അങ്ങനെ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമുക്ക് അറിയാം. ലൈക്ക് ഓരോരോ റിസർച്ച് നമ്മളിങ്ങനെ പഠിച്ച് ഓരോ ഇത് 1-2-3 ഇയർ പ്രോസസ് അല്ല, ഇത് ഡെക്കേഡ്സ് ഓഫ് പ്രോസസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെഞ്ചുറീസ് ഓഫ് പ്രോസസ് ആണ് ഇത്. ഇങ്ങനെ ഓരോന്നോരോ ചെറിയ അപ്പൊ ആദ്യത്തെ ആസ്ട്രോണമേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെലസ്കോപ്പ് എടുത്തിട്ട് ഗലീലിയോന്റെ കാലത്തൊക്കെ ഒരു ചെറിയൊരു റിഫ്രാക്ടിംഗ് ടെലസ്കോപ്പ് എടുത്തിട്ട് ആള് നിന്നിട്ട് മറ്റേ നക്ഷത്രം കൗണ്ട് ചെയ്തോണ്ടിരിക്കുക. അവരൊക്കെ കാറ്റലോഗ് ചെയ്തെന്നാണ് ഇപ്പോഴത്തെ ഉള്ള കാറ്റലോഗ്സ് ഒക്കെ ആക്ച്വലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു പ്രോസസ്സാണ്, ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. ബട്ട് ടു യുവർ ക്വസ്റ്റ്യൻ, ഞാൻ ആ എക്സ്പെരിമെന്റ് തിയറി എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ എക്സ്പെരിമെന്റ് ആക്ച്വലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ ലൈറ്റ് ആണ് ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ കേസസ്. കാരണം ആസ്ട്രോഫിസിക്സ് നമുക്ക് മിക്ക കിട്ടുന്ന ഡേറ്റ പല ഫോംസ് ഓഫ് ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല റേഡിയേഷൻ, എക്സ്റേ തൊട്ടിട്ട് UV തൊട്ടിട്ട് ഒപ്റ്റിക്കൽ തൊട്ടിട്ട് റേഡിയോ വരെയുള്ള ഓരോ റേഡിയേഷനും നമ്മൾ അനലൈസ് ചെയ്യുക. ഈ ഒരു ഓരോരോ സ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ സോഴ്സസ് എന്ന് പറയുന്ന റേഡിയേഷൻസ് അനലൈസ്, ആ ഡേറ്റ കളക്ട് ചെയ്യുക. അതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ലാബ് ഡേറ്റ. എന്നിട്ട് ആ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്തിന്റെ ഡാറ്റയാണോ കളക്ട് ചെയ്യണം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫിസിക്സിന്റെ ഒരു അറിവ് ഉണ്ടാവും. നമ്മൾ ഈ കുറെ കാലം കൊണ്ട് റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു അറിവുണ്ടാവും. ആ അറിവ് ഈ ഡേറ്റയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ മാച്ചോ മിസ്മാച്ചോ അനുസരിച്ചിട്ടാണ് നമ്മൾ കുറെയൊക്കെ റിസൾട്ട്സ് പ്രെഡിക്ട് ചെയ്യുക. അപ്പൊ ഇപ്പോ ഞാൻ കുറെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന വെച്ചാൽ ബിഗ് ബാങ് എന്നൊക്കെ ഉള്ളത് പണ്ടേ ഒരു കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CMB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതാണ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ്
യൂണിവേഴ്സിലത്തെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ലൈറ്റ് ഫ്രം CMB എന്നാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിൽ എത്രത്തോളം CMB ഏതൊക്കെ സ്ഥലത്ത് ഡെൻസ് ആണോ അല്ലെങ്കിൽ ഫീബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവര് കുറെ ഫ്ലക്ച്വേഷൻസും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പ്രഡിക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രഡിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഐൻസ്റ്റൈൻ പ്രഡിക്ട് ചെയ്തതാണ് എന്താ ജനറൽ ഐൻസ്റ്റൈൻ കാലങ്ങൾക്ക് മുമ്പ് പ്രഡിക്ട് ചെയ്തതാണ് ബ്ലാക്ക് ഹോളിൽ അല്ലെങ്കിൽ ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതിപ്പോ ആകെ കൂടി ടെസ്റ്റ് ചെയ്ത് വന്നത് 2017 നിങ്ങൾ ഗ്രാവിറ്റേഷണൽ വേവ്സ് 2017 അല്ലെങ്കിൽ 2015 മൈ ബാഡ് 2015 ഫസ്റ്റ് ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ഷൻസ് വന്നിട്ട് അത് ബ്ലാക്ക് ഹോൾ തമ്മിൽ മെർജ് ചെയ്തിട്ട് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടാവുന്ന ഐൻസ്റ്റൈൻ പ്രഡിക്ട് ചെയ്തത് ഇയേഴ്സ് ബാക്ക് ആണ്. അപ്പൊ നമ്മള് ടെക്നോളജിയിൽ പിന്നിലാണ് ആക്ച്വലി. ആൾക്കാരുടെ ഹ്യൂമൻസ് ആർ മച്ച് മോർ സ്മാർട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനും ഐൻസ്റ്റൈനെ പോലുള്ളൊരു ബ്രില്യൻ മൈൻഡ് അത് ചിന്തിച്ചിട്ട് ആ ഒരു തോട്ട് എക്സ്പെരിമെന്റ് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാനും അത് ആക്ച്വലി ഒബ്സർവ് ചെയ്യാനും വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെന്റലി പ്രൂവ് ആവണതിന് ഒരു ഓൾമോസ്റ്റ് 100 years എടുത്തു. അപ്പൊ ഭയങ്കര സ്ലോ ആണ് ഓരോരോ തിയറീസ് റിഫൈൻ ചെയ്ത് വരാനും. ഞാൻ തോന്നുന്നു പാർട്സ് ഓഫ് അമിത്തിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തു, പക്ഷെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് ഒരു കാര്യം ക്ലിയർ ആയി. അതായത് സയൻസ് ഒരിക്കലും വെറുതെ കഥ പറയില്ല എന്നുള്ളതാണ്. എല്ലാം ബേസ്ഡ് ഓൺ എവിഡൻസസ്, പ്രഡിക്ഷൻസ് മാത്രമേ പറയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലായി. എക്സാക്ട്ലി. താങ്ക് യു. ഡാറ്റാ ബേസ്ഡ് ആണ്, ഡാറ്റാ പാക്ഡ് ആണ്. യെസ്. വേറെ ഏതെങ്കിലും ചോദ്യം? ഇത് ഞാനിപ്പോ പറഞ്ഞത് ആസ്ട്രോഫിസിക്സ്. ഓക്കെ, മാനസ് പറയൂ. മാനസ്, മാം, എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ റിസർച്ച് ഫീൽഡിലേക്ക് എന്ന് വെച്ചാൽ PhD പോസ്റ്റ് ആ ഒരു ഫീൽഡിലേക്ക് പോകുന്ന ഒരാള് അങ്ങനെ ഒരാളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പോ നമ്മള് എല്ലാവരും കേൾക്കാറുണ്ട് ഭയങ്കര ഹെക്റ്റിക് ആണ് PhDs, നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും ഉണ്ടാകും. അപ്പൊ അത് അതിനെ കുറിച്ചൊന്ന് എങ്ങനെയാ മാമിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടും കൂടിയിട്ടൊന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. ഇതിൽ കുറെ ഘടകങ്ങളുണ്ട്. ഇതൊരു കുറെ പാർട്ടുള്ള ഒരു ആൻസർ ആണ് ഇത് ആക്ച്വലി. ഓവറോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും നമ്മളത് എങ്ങനെയാണ് കൊണ്ടുപോവാന്ന്. മനസ്സിലായോ? നമുക്ക് ഒരു PhD മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് PhD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, പക്ഷെ അതേസമയം തന്നെ വേറൊരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് എന്തെങ്കിലും വേണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അത് പാട്ടാവാം, ഡാൻസ് ആവാം, പെയിന്റിങ് ആവാം, എന്തെങ്കിലും വേറെ വർക്ക് അല്ലാണ്ട് വേറെ ചിന്തിക്കാണ്. അങ്ങനത്തെ ഉള്ളൊരു മെന്റാലിറ്റി ആണ് കുറച്ചും കൂടി ഹെൽത്തിയർ ആണെന്നാണ് എനിക്ക് മനസ്സിലായി വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്തിട്ട് നമുക്ക് ഈ PhD എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സക്സസ്ഫുൾ ആവണമെന്നുണ്ടാവില്ല. ഓരോ ഗൈഡുകൾക്ക് അനുസരിച്ചിരിക്കാം, നമുക്ക് കിട്ടുന്ന ഫാക്കൽറ്റിന് അനുസരിച്ചിരിക്കാം നമ്മുടെ PhD എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും, നമ്മുടെ പ്രോജക്റ്റുകൾക്ക് അനുസരിച്ചിരിക്കാം. നമുക്ക് ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് കിട്ടിയത്, അത് നമുക്ക് റിസൾട്ട്സ് ഒന്നും കിട്ടില്ല. അപ്പൊ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവാം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇത് ഒരു ഡിഗ്രിയാണ്. നിങ്ങളുടെ ജീവിതം ഇതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കണം. നിങ്ങൾ എഫേർട്ടും ഡെഡിക്കേറ്റഡും ഹാർഡ് വർക്കും ആയിട്ടും എന്നും ഷോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ലൈഫ് കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഇതുവരെ. പക്ഷെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ഇപ്പൊ PhD ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കിളിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവാം, നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. US അല്ലെങ്കിൽ അബ്രോഡിൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മൾ ആദ്യത്തെ 2 കൊല്ലമൊക്കെ നമ്മളൊരു പുതിയ രാജ്യത്താണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ABCD ഒന്നും അറിയില്ല. നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ഒരു കംഫർട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറിയിട്ടാണ് നമ്മൾ വരിക. അപ്പൊ ആദ്യത്തെ കുറച്ച് കൊല്ലം എനിക്ക് ആക്ച്വലി കുറച്ച് ഐസൊലേറ്റിംഗ് ആയിരുന്നു US വന്ന സമയത്ത്. അത് ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഇല്ല, ഫാമിലിയും ഇല്ല, ദൂരെയാണ്. പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു എന്താണ് റിഗറസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടിട്ടപ്പോ പെട്ടെന്ന് നമ്മളൊന്ന് പേടിച്ചു പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ പക്ഷെ അതിന്നൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ള, അഡാപ്റ്റ് ചെയ്ത് വരും. നമ്മൾ ഹ്യൂമൻസ് അങ്ങനെയാണ്. നമ്മൾ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ട് നമുക്കത് സർവൈവ് ചെയ്യാൻ പറ്റണം. നമ്മൾ അതിന് എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ പേഴ്സണൽ ലൈഫിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലാണ് മാക്സിമം ഡിപ്പെൻഡ് ചെയ്യുന്നത്. വർക്ക് ഉണ്ടാവാം. ഈ അക്കാഡമിക് ലൈഫ് അല്ലെങ്കിൽ ഈ PhD, പോസ്റ്റ് ഡോക്, പ്രൊഫസർ ആ ഒരു ലൈഫിലെ ഏറ്റവും ഗുണമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പണിയെടുക്കാം. ലാബിന്റെ കാര്യമല്ല ഞാൻ പറയണേ. ഇപ്പൊ കമ്പ്യൂട്ടേഷണൽ അല്ലെങ്കിൽ കുറച്ച് ലാബ്, എന്നും ലാബ് പോയി പണിയെടുക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഓർഗാനിക് കെമിസ്ട്രി ഉള്ള ലാബിലേക്കൊക്കെ അവർക്കൊക്കെ ലാബ് ടൈമിങ്സ് ഒക്കെ നോക്കണം. പക്ഷെ കമ്പ്യൂട്ടേഷണൽ അല്ലെങ്കിൽ വർക്ക് മറ്റേ ലാപ്ടോപ്പിൽ ഇപ്പൊ ആസ്ട്രോഫിസിക്സ് ആകുമ്പോൾ എനിക്ക് ലാബിലേക്കൊന്നും എല്ലാ ദിവസമൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്റെ വർക്ക് മൊത്തം ഒന്നേ ക്ലസ്റ്ററുകളിലായിരിക്കും. അല്ലെങ്കിൽ ക്ലസ്റ്ററുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കമ്പ്യൂട്ടിംഗ് പവർ ഉള്ള കുറെ സിസ്റ്റങ്ങൾ ഉണ്ടാവും. അതിലേക്കൊക്കെ നമ്മൾ
നമുക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റുന്ന പണിയാണ്. അപ്പൊ എന്റെ ഒരു കംഫർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എവിടെ ഇരുന്നിട്ടും എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് എനിക്ക് പണിയെടുക്കാം. എന്റെ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എപ്പോ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിന് പണിയെടുക്കാം. പക്ഷെ 24 മണിക്കൂർ 7 ദിവസം നമ്മുടെ തലയിൽ നമുക്ക് PhD തീർക്കണം എന്നുള്ളൊരു ലൂമിങ് ഇതുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യണം, ഈ വർക്ക് ചെയ്യണം. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പക്ഷെ അതേസമയം തന്നെ കുറെ വർക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് ഒരു ഇത് ഒരൊറ്റ ആൻസർ അല്ല അതിനുള്ള. ഇത് കുറച്ചധികം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ, നമ്മളിപ്പോ പുറത്താണോ ഇന്ത്യയിലാണോ, അല്ലെങ്കിൽ നമ്മുടെ PI, ഇപ്പൊ നമ്മുടെ അഡ്വൈസർ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ, നമ്മൾ ആരാണ് PhDയുടെ ഗൈഡ് എന്ന് പറയുന്നത്, പുള്ളിക്കാരനും നമ്മളുമായിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരിയും നമ്മളായിട്ട് അല്ലെങ്കിൽ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെസ്ഫുൾ അധികം ആവാം. നമുക്ക് ഇഷ്ടമാവുണ്ടാവില്ല അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ. കാരണം നിങ്ങൾ ആലോചിക്കണം, 6 വർഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അല്ലെങ്കിൽ 4 തൊട്ട് 6 വർഷം വരെ നിങ്ങൾ ഒരു ഗൈഡിന്റെ അടിയിൽ വർക്ക് ചെയ്യണം. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ആയിട്ട് ആ ഗൈഡ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ BSMSന്റെ കാര്യത്തിലും ഞാൻ പറയാണ്, ഫൈനൽ ഇയർ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു ബോസ് അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഫസർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. ഇനി ചേച്ചി അത് നമ്മള് കംപ്ലീറ്റ്ലി നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഐസറിലെ പ്രൊഫസർമാരാണെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം ഷട്ടിൽ കളിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു ദിവസം പോലും എക്സ്ട്രാ കരിക്കുലറിന് പോലും വരാത്ത ആൾക്കാരുണ്ട്. എങ്ങനെ നമ്മൾ ലൈഫിനെ കാണണം എന്നുള്ളതും കൂടിയാണല്ലോ മാറ്റർ ചെയ്യുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അതിന്റെ ഫസ്റ്റ് പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് അത് ഡയറക്റ്റ് ചെയ്യേണ്ടതെന്നനുസരിച്ചിട്ടാണ് നമ്മളത് ഇതാക്കുക. അപ്പൊ ഇപ്പൊ വർക്ക് ലൈഫ് ബാലൻസ് വേണമെന്ന് നമ്മൾ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം ഉണ്ടാക്കും. സോ അത് നമ്മുടെയിലാണ് ഇതാക്കുക, മോസ്റ്റ്ലി ഡിപ്പെൻഡന്റ് ആവുക. അതിനനുസരിച്ച് നമ്മളൊന്ന് മാനേജ് ചെയ്താൽ മതി നമ്മുടെ ടൈമും നമ്മുടെ കാര്യങ്ങളൊക്കെ. അത് വേറെ ചോദ്യം. ദിസ് ഇസ് വെരി ഹെൽപ്ഫുൾ. ഇത് എനിക്ക് നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാനും നിങ്ങളായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾ എവിടുന്നാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ I can be helpful for you. ഒരു raise hand. Hansen. Yeah, please ask. Good morning, ma'am. അറിയൂ. മാം പറഞ്ഞു ഗ്രാവിറ്റേഷണൽ വേവ്സ് ഇപ്പൊ നമ്മൾ 2015 കണ്ടത് ആദ്യമായിട്ട്. അതേപോലെ ഇപ്പൊ സ്ട്രിംഗ് തിയറിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫ് പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. അതേപോലെ അതിന് സ്പേസ് എങ്ങനെയെങ്കിലും ഒരു പ്രൂഫ് പോലെ വരും തോന്നുന്നുണ്ടോ? ഇത് ഭയങ്കര ലോഡഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ട്രിംഗ് തിയറി ഒരു തിയറിയാണ് ആക്ച്വലി, ലൈക്ക് പക്ഷെ ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫിസിക്സ് നമുക്ക് അറിയണതും ക്വാണ്ടം മെക്കാനിക്സും അറിയണതും അത് രണ്ടും കൂടിയിട്ട് മെർജ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിംഗ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാണ്ടം ഗ്രാവിറ്റി എന്നുള്ളൊരു ഇത് നമ്മൾ ആ ഒരു തിയറി, ഞാൻ അതിലൊരു എക്സ്പേർട്ട് ഒന്നും അല്ല, പക്ഷെ എനിക്ക് അറിയണ കാര്യം ഞാൻ പറയാം. അതൊരു തിയറിയാണ്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു സ്ട്രിംഗ് തിയറി കുറെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി നമുക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്റെ ഒരു അറിവ് വെച്ചിട്ട് കുറച്ചും കൂടി ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി അങ്ങനത്തെ ഒരു കുറച്ചും കൂടിയും അതിന്റെ ഒക്കെ ഒരു എക്സ്പ്ലനേഷൻസിലേക്ക് എത്തിക്കാനാണ് ആൾക്കാർ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശ്രമിക്കുന്നത് കുറെ കഴിഞ്ഞിട്ട്. പക്ഷെ എക്സ്പെരിമെന്റൽ ആയിട്ട് സ്ട്രിംഗ് തിയറിക്ക് ഒരു പ്രൂഫ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ അതൊക്കെ ബ്രാൻഡ് ന്യൂ റിസർച്ച് ആയിരിക്കും. ഐ ഫീൽ ലൈക്ക് ഞാൻ അങ്ങനത്തെ ഒരു പേപ്പേഴ്സോ അല്ലെങ്കിൽ അതൊന്നും വായിച്ചിട്ടില്ല ആക്ച്വലി. അല്ലെങ്കിൽ എനിക്ക് എന്റെ ഇഗ്നോറൻസും കൂടി ആയിരിക്കാം, കാരണം ഞാൻ ഇൻഹറന്റ്ലി ഒരു തിയറി പേഴ്സൺ അല്ല. ഞാൻ കൂടുതലും ടെലസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഡാറ്റ എന്നിട്ട് തിയറിറ്റിക്കൽ മോഡൽസ് ആയിട്ട് മാച്ച് ചെയ്യാനുള്ള അതാണ് ജനറൽ ഒരു പ്രോസസ് റിസർച്ചിന്റെ, അറ്റ്ലീസ്റ്റ് ഞാൻ ഉള്ള ഫീൽഡില്. അപ്പോ എനിക്ക് അതിനെക്കാട്ടും അപ്പുറം എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ഒരു കാലിബറോ അല്ലെങ്കിൽ എക്സ്പെർട്ടീസോ എനിക്ക് ഇല്ല സ്ട്രിംഗ് തിയറിനെ കുറിച്ചിട്ട്. സോ അത്ര എനിക്ക് ഹാൻസൺ അൺഫോർച്ചുനേറ്റ്ലി പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. എന്തെങ്കിലും വേറെ ചോദ്യം ഉണ്ടോ? ഐ തിങ്ക് ഇനി ഇപ്പൊ ആരും ഹാൻഡ് ഒന്നും റേസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. യെസ്, ആദിത്യൻ അഗൈൻ പ്ലീസ്. മാം, ഈ ആസ്ട്രോഫിസിക്സില് ഒരുപാട് ഫീൽഡുകളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞത് ബ്ലാക്ക് ഹോൾസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. അങ്ങനെ ഈ റിസർച്ച് നടക്കാനുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ സൂപ്പർനോവ അത് തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണ്? അത് കുറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഹറന്റ്ലി ഞാൻ PhD ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എനിക്ക്
വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. എന്താണ് ആസ്ട്രോഫിസിക്സിൽ ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയേണ്ടത്. എനിക്ക് ആസ്ട്രോഫിസിക്സ് സ്പേസ് റിലേറ്റഡ് ആയിട്ട് എന്തോ ചെയ്യണം എന്നുള്ളത് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സൂപ്പർനോവ സ്പെസിഫിക് ആയിട്ട് എന്തുകൊണ്ട് എത്തിയെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെർഡ്യൂലത്തെ ഫാക്കൾട്ടി കാരണം കൊണ്ടാണ്. ഞാൻ എന്റെ സൂപ്പർവൈസർ പുള്ളിക്കാരൻ റിസർച്ച് ചെയ്യുന്നത് പ്രൈമറിലി സൂപ്പർനോവ. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനിത് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ഓക്കെ, സോ പെർഡ്യൂല് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് SOP എന്ന് പറയുന്നത് ഇതൊരു ബേസിക്കലി ഒരു റിസർച്ച് ഡോക്യുമെന്റ് പോലെയാണ്. നിങ്ങളുടെ റിസർച്ച് എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു PhD ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാര്യം കൂടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതാകുമ്പോൾ നമുക്ക് വേറെ ഒരു സെഷൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പൊ എന്റെ SOPയിൽ ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പെർഡ്യൂൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആസ്ട്രോഫിസിക്സിൽ, എനിക്ക് എന്തൊക്കെയാ താല്പര്യം ഉണ്ടെന്ന് ഞാൻ കുറച്ച് ബിഫോർ ഹാൻഡ്. അപ്പൊ ഈ പ്രൊഫസർ, ഈ പെർട്ടിക്കുലർ പ്രൊഫസർ പുള്ളിക്കാരൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ സ്പെഷ്യാലിറ്റി ആക്ച്വലി സൂപ്പർനോവ ആയിരുന്നു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ സൂപ്പർനോവയിലേക്ക് ആക്ച്വലി എത്തിയത്, അല്ലെങ്കിൽ സൂപ്പർനോവ റിസർച്ചിലേക്ക് ഞാൻ എത്തിയത്. അത് കഴിഞ്ഞിട്ട് അത് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ വേറൊരു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് 2 കൊല്ലം PhD ആയിരുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചിരുന്നും ചെയ്തു. ഞാനൊരു ആസ്ട്രോ കോഴ്സ് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഹെഡിൽ അത് ക്ലിയർ അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആസ്ട്രോഫിസിക്സ് ഞാൻ പഠിപ്പിച്ചപ്പോൾ എനിക്ക് അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗും എനിക്കത് മനസ്സിലാക്കാനും പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ ഈ പ്രൊഫസറിനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് തരുമോ ഒന്ന് ഈ ഫീൽഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ പ്രോജക്റ്റ് തന്നപ്പോൾ ലക്കിലി എന്റെ ഫസ്റ്റ് ടൈം ഞങ്ങൾ പ്രോജക്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കും ഇഷ്ടമായി വർക്ക് ചെയ്യണത് ആ ഫീൽഡിൽ. പുള്ളിക്കാരനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്ക് പ്രോഗ്രസ് ചെയ്യണത് കണ്ടിട്ട് ഇഷ്ടമായി. സോ ലൈക്ക് അങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ PhD ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് എന്റെ ഒരു സൂപ്പർനോവ പാത്തിലേക്ക് പോയത്. പക്ഷെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോ ആസ്ട്രോഫിസിക്സിൽ തന്നെ ഗാമ റേബേഴ്സ് ഉണ്ട്, ലൈക്ക് അത് വേറൊരു ടൈപ്പ് ഓഫ് ആസ്ട്രോഫിസിക്കൽ ഫിനോമിനയാണ്. അതേപോലെ തന്നെ ബ്ലാക്ക് ഹോൾ ഫിസിക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ വേവിൽ തന്നെ കുറെ അധികം റിസർച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ കുറെ ഫീൽഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് ആസ്ട്രോഫിസിക്സിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിസർച്ച് ചെയ്തിട്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ തപ്പി കണ്ടുപിടിച്ചിട്ട് അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കുറച്ചും കൂടി ഡോർസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് അധികം കിട്ടും. അല്ലാണ്ട് എന്നെ പോലെയാണ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ സമയത്ത്, അല്ലെങ്കിൽ ഫിസിക്സ് ആണ് അറിയാം, ഫിസിക്സ് കുറച്ച് അങ്ങോട്ടും കൂടെ ഒക്കെ അറിയാം, BSMS കഴിഞ്ഞ് ഒരു മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ ഏതൊക്കെയാണ് റിസർച്ച് ഏരിയാസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്തിട്ട് അതാക്കാം. എനിക്ക് ആസ്ട്രോഫിസിക്സിനോടായിരുന്നു ആദ്യം താല്പര്യം, പക്ഷെ എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് അവിടെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി സൂപ്പർനോവയിൽ ആയതുകൊണ്ട് പിന്നെ എനിക്കത് ഇഷ്ടമായി. എനിക്ക് ആ ഒരു റിസർച്ച് നടക്കുന്ന പ്രോസസ്സും ഇഷ്ടമായി. അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് ഓക്കെ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ക്യാൻ പെർസ്യൂ എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയപ്പോഴാണ് ഞാനത് പെർസ്യൂ ചെയ്യാൻ തുടങ്ങി. താങ്ക് യു. വേറെ ഏതെങ്കിലും? ഇനി അമിത് ചോദിച്ചോളൂ. ഞാൻ ഓപ്പൺ ആണ്, ഇനി കമ്മിറ്റ്മെന്റ്സ് ഇല്ല. അതുകൊണ്ട് ഐ ക്യാൻ സ്റ്റേ ഹിയർ. ക്വസ്റ്റ്യൻസ് ഉള്ളവരെ എനിക്ക് ക്ലിയർ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ടൈം ബൗണ്ട് ഉണ്ട്, ഇനി വല്ല ക്ലാസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ അമിതിലേക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ് പ്ലീസ്. അറിയോ മാമിന്റെ പോസ്റ്റ് ഡോക്കിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? അതിനെ കുറിച്ച് അധികം ഒന്നും പറഞ്ഞിരുന്നില്ല. പോസ്റ്റ് ഇതിനെ കുറിച്ച് പറയാം. ഞാനിപ്പോ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ ആക്ച്വലി. ഞാനിപ്പോ എനിക്ക് PhD കിട്ടിയത് 2024 2024 കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ 2024 സെപ്റ്റംബറിൽ ഞാൻ ഇപ്പൊ പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്ത് ഇപ്പൊ 1 വർഷം ആയിട്ടില്ല, 1 വർഷം ആവണുള്ളൂ. അപ്പൊ ഐ എം ലൈക് വെരി റീസെന്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് എന്ന് പറയാം. ഞാനിപ്പോഴും സ്റ്റുഡന്റിനെ പോലെയാണ്. പോസ്റ്റ് ഡോക്ക് എന്താണെന്ന് എനിക്കെന്നെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തു നമുക്കൊരു PhD ഉണ്ട്, നമുക്കൊരു ഏരിയ അല്ലെങ്കിൽ ഒരു റിസർച്ചിനെ കുറിച്ച് നമുക്ക് അറിയാം. എന്നിട്ട് അതിൽ തന്നെയാണ് ഞാൻ എന്റെ പോസ്റ്റ് ഡോക്ക് ചെയ്യണേ. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ച് സൂപ്പർവിഷൻ കുറച്ച് കുറവാണ്. അപ്പൊ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു റിസർച്ച് പ്രോബ്ലം എടുത്തിട്ട് അത് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആണ് ഇപ്പൊ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറെ
ടെലസ്കോപ്പുകളിലൊക്കെ ടൈം കിട്ടണം. എല്ലാ ടെലസ്കോപ്പുകൾക്കൊന്നും നമുക്ക് എപ്പോഴും ടൈം ഒന്നും കിട്ടില്ല. നമ്മള് പ്രപ്പോസൽ എഴുതി അതിന് ടൈം വാങ്ങിക്കണം. ഓരോരോ ടെലസ്കോപ്പിൽ നമുക്ക് ഇന്ന സയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിലും ഹബിൾ ടെലസ്കോപ്പിലൊക്കെ ടൈം കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. ലോകത്തുള്ള US-ലുള്ള എല്ലാവരും യൂറോപ്പിലുള്ള കുറെ ആൾക്കാരും കൂടി കുറെ ഗ്രൂപ്പ്സും കൂടി പ്രപ്പോസൽ എഴുതിയിട്ട് ഒരു മേ ബി 2000 പ്രപ്പോസൽസ് ഒരു മേ ബി 50-100 പ്രപ്പോസൽസ് ഒക്കെയാണ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് ടൈം കൊടുക്കുള്ളൂ. അപ്പൊ അതൊക്കെ ഈ ഒരു പോസ്റ്റ് ഡോക്ക് എന്നുള്ളൊരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് ആണ്. അങ്ങനെ എങ്ങനെ നമുക്ക് പ്രപ്പോസ് ചെയ്യാം, നമ്മുടെ ഐഡിയാസ് എങ്ങനെ അത് റിട്ടൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. റൈറ്റിംഗ് ഒരു ഇമ്പോർട്ടന്റ് സ്കില്ലാണ്. നമുക്ക് റിസർച്ചിൽ എപ്പോഴും റൈറ്റിംഗ് ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. പേപ്പർ എഴുതാനാണെങ്കിലും തീസിസ് എഴുതാനാണെങ്കിലും നിങ്ങളുടെ മാസ്റ്റേഴ്സിന്റെ തീസിസ് എഴുതാനാണെങ്കിലും എല്ലാവരും റൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്തിട്ട് നമ്മുടെ സയൻസ് എങ്ങനെ മാക്സിമം വേറൊരാളിനെ ഒരു കമ്മിറ്റീനെ നമുക്ക് മനസ്സിലാക്കിപ്പിക്കാം, എന്നിട്ട് അവർക്ക് എങ്ങനെ നമുക്ക് ടൈം തരാം, അങ്ങനത്തെ കുറെ ട്രെയിനിങ് ആണ്. പിന്നെ ഡ്യൂറേഷൻ ചോദിച്ചു. ഒരു പോസ്റ്റ് ഡോക്ക് അപ്പോയിന്റ്മെന്റ് ജനറലി 3 years ആണ്. അത് ഓരോരുത്തർ കോൺട്രാക്ട് അനുസരിച്ചിട്ടിരിക്കും. 1+1+ ആണ്, 1+1+1 ആണ് 3 years ജനറലി. ഇനിയിപ്പോ ഇവിടെ ഇപ്പൊ ആസ്ട്രോഫിസിക്സിൽ അല്ലെങ്കിൽ ഇൻ ജനറൽ നമ്മുടെ ഒരു ഫീൽഡിൽ US-ൽ ഫാക്കൽറ്റി ആവണമെങ്കിൽ നമ്മുടെ ഒരു ഫീൽഡിൽ 2 പോസ്റ്റ് ഡോക്ക് ചെയ്യണം എന്നാണ് പറയാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 വർഷം ഇനിയും പഠിക്കണം. ഇപ്പൊ 3+3. പക്ഷെ അത് ഓരോരുത്തരുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ടിരിക്കും. US-ലുള്ള അത്ര കോമ്പറ്റീഷൻ തന്നെയല്ല നാട്ടിൽ ഇന്ത്യയിൽ ഇപ്പൊ തിരിച്ചു വന്നിട്ട് നമുക്കൊരു ഫാക്കൽറ്റി പൊസിഷൻ അല്ലെങ്കിൽ യൂറോപ്പിൽ ഒരു ഫാക്കൽറ്റി പൊസിഷൻ കിട്ടണം എന്നുള്ളൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്കൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫസറായിട്ട് ഇപ്പൊ ഈ ഒരു അക്കാഡമിക് ലൈഫിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫസർ ആവാനാണ്. നമ്മൾ ട്രെയിൻ ചെയ്യണത് നമ്മളൊരു സയന്റിസ്റ്റ് ആയിട്ട് പിന്നെ ഒരു പ്രൊഫസർ ആവാനാണ്. അതാണ് നിങ്ങളുടെ ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലിറ്റിൽ ടൈം ടേക്കിംഗ്. അത് വെർത്താണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്, അങ്ങനത്തെ ഒരു ലൈഫാണ് ഇത്. ഈ ഒരു പോയിന്റ് ഒക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിത് ഇഷ്ടമാണോ എനിക്കിത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇത് വീണ്ടും ചെയ്യാൻ. പിന്നെ കുറെ വേറെ സാഹചര്യങ്ങളും എക്സ്റ്റേണൽ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇമിഗ്രേഷൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അബ്രോഡ് ആകുമ്പോൾ ഇവിടെ സെറ്റിൽ ചെയ്യണോ അല്ലെങ്കിൽ നാട്ടിൽ വരണോ അങ്ങനത്തെ കുറെ കൺസിഡറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ഇതിൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ആണോ, അല്ലെങ്കിൽ ഇതിൽ എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ, അല്ലെങ്കിൽ ഇതേ സ്കിൽസ് വെച്ചിട്ട് എനിക്ക് വേറെ എങ്ങനെയെങ്കിലും പോവാം. അതൊക്കെ ഓരോരുത്തരുടെ ലൈഫ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളും അതിൽ എടുക്കുന്ന ഡിസിഷൻസും ആണ്. അപ്പോൾ ജനറലി പോസ്റ്റ് ഡോക്ക് 3 വർഷമാണ്. ഇത് കഴിഞ്ഞിട്ട് തന്നെ ആൾക്കാർ അപ്ലൈ ചെയ്യാറുണ്ട് ഫാക്കൽറ്റി അല്ലെങ്കിൽ വേറെ പൊസിഷൻസിന്, അല്ലെങ്കിൽ റിസർച്ച് സയന്റിസ്റ്റ് പൊസിഷൻസ് എന്ന് പറഞ്ഞിട്ട് റിസർച്ച് മാത്രം ചെയ്തിട്ട് പഠിപ്പിക്കാൻ ഇല്ലാത്ത പൊസിഷൻസ് ഉണ്ട്. അതിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇതേ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതൊരു ജോബാണ്. ബേസിക്കലി നമ്മൾ പഠിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആക്ച്വലി ഒരു സാലറീഡ് ജോബാണ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ വേറെ ഒരു ജോബ് ചെയ്യണ പോലെ 9 to 5 അല്ലെങ്കിൽ ഏതൊരു സമയം അത് നമ്മുടെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു പ്രോപ്പർ ജോബ് പോലെയാണ്. അതൊരു 3 year കോൺട്രാക്ട് ആണ് ഫസ്റ്റ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഫാക്കൽറ്റി അല്ലെങ്കിൽ പ്രൊഫസറിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ല അത് നമുക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഇത് മതിയാ പോരായിരിക്കും, ഇനിയും റിസർച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് റിസർച്ച് ചെയ്യാൻ ആയിട്ടില്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് കുറച്ചും കൂടി എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ വീണ്ടും ഫാക്കൽറ്റിക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് അതിന്റെ ഒരു ജനറൽ സൈക്കിൾ. മാം ഈ ആസ്ട്രോഫിസിക്സ് വെച്ചിട്ട് പിന്നെ നമുക്ക് ISR അങ്ങനത്തെ ഇതിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? അത് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ അതിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഞാനത് നാട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈ ISROയിലൊക്കെ മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ളത് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ PhD ലെവൽ ആയിട്ടുള്ള ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഭയങ്കരമായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കും. എസ്പെഷ്യലി നിങ്ങളിപ്പോ പോസ്റ്റ് ഡോക്ടറൽ ISROയിലൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ പുതിയൊരു നമ്മൾ എന്തെങ്കിലും നിക്ഷേപിക്കാന്നൊക്കെ ഇപ്പൊ ലൈക് സ്പേസിലേക്ക് നമ്മൾ വിടാന്ന് വെച്ചാൽ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ സയന്റിസ്റ്റുകൾ ആവശ്യം വരും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഓരോരോ ടെലസ്കോപ്സും ഓരോരോ ഇപ്പൊ എക്സ്റേയിലാണെങ്കിലോ അല്ലെങ്കിൽ ഓപ്റ്റിക്കലിലാണെങ്കിലോ അല്ലെങ്കിൽ അൾട്രാവയലറ്റിലാണെങ്കിലും ഓരോരോ വേവ് ലെങ്ത്തിന് ഓരോരോ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ആവശ്യം. അപ്പൊ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഗ്രാസ്പ് ഉള്ള സയന്റിസ്റ്റുകൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഭയങ്കരമായിട്ട് ആക്ച്വലി ഇൻസ്ട്രുമെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് അവരെ പറയാ. ഓരോരോ സയൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡേറ്റ കിട്ടുക, അതൊക്കെ സിമുലേറ്റ് ചെയ്യാൻ അങ്ങനത്തെ കുറെ സ്കിൽസ് നമുക്ക് ഇതിന്ന് കിട്ടാം. അപ്പൊ ISROയില് ടു യുവർ ക്വസ്റ്റ്യൻ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമുക്ക് അത് പ്രോംപ്റ്റ് ആയിട്ട് നമ്മളത് മോണിറ്റർ ചെയ്യണം, അതിന് അപ്ലൈ ചെയ്യണം പ്രോപ്പർ ആയിട്ട്. അത് ഏത് സ്റ്റേജ് എനിക്ക് തോന്നുന്നു PhD കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക് ലെവലിലൊക്കെ ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഒരു നല്ല ഓപ്ഷനാണ് ആക്ച്വലി. താങ്ക് യു മാം.
പലപ്പോഴും ചിലപ്പോ കുട്ടികൾക്ക് ഈ പോസ്റ്റ് ഡോക്കും ഇപ്പൊ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു PhD കഴിഞ്ഞ ഒരാളെ വലിയ മാറ്റം തോന്നില്ല എന്ന് പറയുമ്പോ ഇവർക്ക് മേ ബി എത്രത്തോളം ഈ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ നമ്മളെ ജോലി പോലെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. ഒരു ആവറേജ് US-ലുള്ള ആവറേജ് പറഞ്ഞാൽ മതി, പേഴ്സണലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ആവറേജ് പോസ്റ്റ് ഡോക്കിന്റെ ഒരു സ്കെയില് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോ US$ പറയാൻ മറ്റേ ഇന്ത്യൻ മറ്റേ US$. ഞാൻ ഞാൻ പറഞ്ഞുതരാം ഓൾറെഡി. ഞാൻ പറയാം. ഇപ്പൊ ഒരു US PhD ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ആവറേജ് ഒരു കൊല്ലത്തില് ഒരു $30,000 US. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് മന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,000. അപ്പൊ 2.5 lakhs ഏകദേശം ഒരു ആവറേജ് ആയിട്ട് നമുക്ക് കിട്ടും PhD ചെയ്യണ സമയത്ത് മാത്രം. ഇനി നമ്മള് പോസ്റ്റ് ഡോക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ഏകദേശം ഒരു 70,000 ആയിട്ട് നമുക്ക് അപ് സ്കിൽ ആവും. ലൈക്ക് ഓൾമോസ്റ്റ് 40,000 ഡിഫറെന്റ് ഉണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഏകദേശം നമുക്ക് ഇന്ത്യൻ ബേസ്ഡ് സാലറി ആകുമ്പോൾ ഒരു 5 lakh per month അല്ലെങ്കിൽ 6 lakh 4.5 to 6 lakh per month ആ ഒരു റേഞ്ച് ആണ് നമുക്ക് പോസ്റ്റ് ഡോക്ക് ചെയ്യുമ്പോൾ സാലറി കിട്ടുക. ഇനി പ്രൊഫസർ ലെവൽ ഇപ്പൊ പോസ്റ്റ് ഡോക്ക് ഫസ്റ്റ് പോസ്റ്റ് ഡോക്ക് ചെയ്തിട്ട് സെക്കൻഡ് പോസ്റ്റ് ഡോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും വർക്ക് എക്സ്പീരിയൻസിന്റെ ലെവറേജ് ഉള്ള കാരണം കൊണ്ട് അത് 80K ആവാം 90K ആവാം ഡിപ്പെൻഡിങ് അപ്പോൾ. ഇനി ഇതല്ലാണ്ട് ഇൻഡസ്ട്രി പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ US-ൽ സ്പെസിഫിക്കലി ഭയങ്കര ഡിഫറെന്റ് പേ സ്കെയിൽ ആണ്. അത് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു PhD കഴിഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രി ലെവൽ ജോബ് കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു 150K ഒരു 10 lakh per month അതൊക്കെ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്, ഭയങ്കര ഇതാണ് സ്വേയിങ് ആണ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് കറന്റ് ജോബ് മാർക്കറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ജോബ്സ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ജോബ്സ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേ ഓഫ്സും കുറച്ച് പ്രോബ്ലം ആണ്, എസ്പെഷ്യലി ഇങ്ങനെ കറന്റ് സിറ്റുവേഷൻ US-ത്തെ കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട്. പക്ഷെ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണോ വേഴ്സസ് നിങ്ങൾ മണി ഫോക്കസ്ഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ PhD കഴിഞ്ഞിട്ട് തന്നെ അല്ലെങ്കിൽ ഈവൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ല പേ ഉള്ള ജോബ്സ് കിട്ടും. പക്ഷെ US-ൽ എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സിനായിട്ട് വരാൻ പറ്റില്ല. കൂടുതൽ നിങ്ങൾ മാസ്റ്റേഴ്സ്, കാരണം ICER കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൾറെഡി മാസ്റ്റേഴ്സ് ഉണ്ട്. ലിറ്ററലി നിങ്ങൾ വീണ്ടും മാസ്റ്റേഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഗെറ്റ് അവേ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ US-ലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ നിങ്ങൾക്ക് 2 കൊല്ലം വീണ്ടും വേറെ നിങ്ങൾ ചെയ്യാത്തൊരു ഫീൽഡിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ കയറണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ PhD ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PhD കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ റിസർച്ച് അല്ല വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ സയൻസ് റോൾസോ അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് റോൾസോ അങ്ങനത്തെ ഉള്ള ഒരു സ്കിൽ സെറ്റ്സ് നിങ്ങൾക്ക് ട്രാൻസ്ഫറബിൾ ആവാം. പക്ഷെ അത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. നമ്മൾ ഒരു ഡൊമൈനിൽ നിന്ന് വേറെ ഡൊമൈനിലേക്ക് മാറാൻ പോകുമ്പോൾ അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ടാവാം. കാരണം നമ്മള് PhD വരെ നമ്മളൊരു അക്കാഡമിഷ്യൻ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്ന് പെട്ടെന്ന് ഒരു കോർപ്പറേറ്റ് എൻവയോൺമെന്റിലേക്ക് പോകുമ്പോൾ കുറച്ച് ചാലഞ്ചസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. കാരണം ആ ഒരു വർക്ക് കൾച്ചറും ആ ഒരു വർക്ക് പ്രോസസ്സും ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോ ആ ഒരു ലേണിംഗ് കർവ് മനസ്സിൽ വെച്ചിട്ട് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി എ ലിറ്റിൽ ബിറ്റ് യു വിൽ ബി മോർ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിരിക്കും. കുട്ടികളെ എപ്പോഴും ഈ PhD പോസ്റ്റ് ഡോക്ക് എന്നൊക്കെ പറയുമ്പോഴേ നമ്മള് ഒരു പ്രൊഫഷൻ ആണ് എന്നുള്ള ഒരു തോന്നലില്ല. അപ്പം പലപ്പോഴും പാരന്റ്സ് ഒക്കെ വിളിക്കുമ്പോ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് നമ്മൾ സ്വയം ഫണ്ട് ചെയ്തിട്ടൊക്കെയാണോ US-ൽ ജർമ്മനിയിലേക്കൊക്കെ പോകേണ്ടതെന്ന്. അപ്പം അത് എന്തായാലും ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇതുവരെ ആരോടും അങ്ങനെ ഒരു സ്കെയില് ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു, അവിടെ വർക്ക് ചെയ്യുന്ന ആവറേജ് സ്കെയില്. അപ്പൊ അതെന്തായാലും എല്ലാവർക്കും വേണ്ടി ക്ലിയർ ആക്കിയതിൽ താങ്ക്സ്. നോ പ്രോബ്ലം. അത് ഓരോരോ ഇതിനനുസരിച്ചിരിക്കും. ലൈക്ക് ഇപ്പൊ റിസർച്ചിന് ഉള്ളതാണ്. അപ്പൊ ഇറ്റ്സ് നോട്ട് ബാഡ്. ഇപ്പൊ നാട്ടില് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ആവശ്യത്തിന് എക്സ്പെൻസീവ് അല്ലാത്തൊരു സിറ്റിയിലാണ് ജീവിക്കുന്നത്, നമ്മൾ റിസർച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം സേവ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്ക് നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഡോക് സാലറിയിൽ നമുക്ക് ആവശ്യത്തിന് ഇറ്റ്സ് നോട്ട് ബാഡ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ മണിയാണ് നിങ്ങളുടെ ഫോക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് മൈറ്റ് നോട്ട് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. മണിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. കാശാണ് ഉണ്ടാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സ്കിൽ സെറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻസും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലീവ് വെക്കേഷൻ പോളിസി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അധികം ട്രാവൽ ചെയ്യാനൊക്കെ. ഒരു വലിയ ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ പറയാൻ പറയുന്നത് കോൺഫറൻസസ്.
കോൺഫറൻസസ് ആണ് വേറൊരു ഹൈലൈറ്റ്. ലൈക്ക് ഈ ഒരു റിസർച്ച് ലൈഫ് അല്ലെങ്കിൽ ഇതിന്റെ നിങ്ങൾ ഓരോരോ സ്റ്റേജ് ഓഫ് നിങ്ങളുടെ കരിയർ, ഇപ്പൊ BSMS-ലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ PhD ചെയ്യാൻ സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കോൺഫറൻസുകളിൽ പോയിട്ട് നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ റിസർച്ച് പ്രസന്റ് ചെയ്യുന്നത് ഒരു ഐഡിയൽ പാർട്ടാണ് ഇതിന്റെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ മനസ്സിലാക്കാനും കാണാനും നെറ്റ്വർക്ക് ചെയ്തിട്ട് നമ്മളെ തന്നെ ഓക്കെ ഞാൻ ഇന്ന വർക്ക് ചെയ്ത ഒരാളാണെന്ന് റെക്കഗ്നൈസ് ചെയ്യിക്കാനുള്ള ഒരു രീതി. അപ്പൊ നമ്മൾ നെറ്റ്വർക്കിംഗ് ഇപ്പൊ ഇൻഡസ്ട്രിയിൽ പറയും എപ്പോഴും നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നെറ്റ്വർക്കിംഗ് ഏതൊരു ഡൊമൈനിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ അങ്ങനെയാണ് വേറൊരാൾക്ക് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള തക്കത്തിലുള്ള ഒരു കാര്യം നമ്മൾ അവർക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുക. അപ്പോ കുറെ ഇന്റർനാഷണൽ കോൺഫറൻസസ് ഉണ്ടാവാം, നിങ്ങൾക്ക് കുറെ ട്രാവൽ ചെയ്യാം, കുറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്രീഡം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അപ്പൊ അതും ഇതൊന്നും ആരും പറയാത്ത പെർക്സ് ആണ്, പക്ഷെ ആക്ച്വലി ഇറ്റ് കൗണ്ട്സ്. കാരണം വേറൊരു ഇപ്പൊ നിങ്ങളൊരു ജോബ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഉള്ള ഒരു ഹാർഡ് കോർ ലീവ് പോളിസി ഉണ്ട് അവിടെ. നമുക്ക് അക്കാഡമീഷ്യൻസ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, കുറച്ചും കൂടി മനസ്സിലാക്കും ആൾക്കാർക്ക്. കാരണം സമ്മർ ആകുമ്പോൾ കുറെ പേർക്ക് കോൺഫറൻസുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നൈസ്, ഇറ്റ് വിൽ വർക്ക് ഫോർ സം പീപ്പിൾ. അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള കാര്യം നോക്കിയാലോ. ചേച്ചിക്കാണെങ്കിൽ സംസാരിക്കാനും നല്ല ഇഷ്ടവുമാണ്. എനിക്ക് കുഴപ്പമില്ല. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ട്, ഇപ്പൊ ഇതിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ തിങ്ക് ഇനി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല ചേച്ചി, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള കാര്യം നോക്കിയാലോ എന്നാ. ആയിക്കോട്ടെ. ഞാനൊരു ഒരു കാര്യം, ലൈക്ക് എന്റെ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോളിൽ കാണുന്ന ഇമെയിൽ bsubrayan@arizona.edu ഇതാണ് എന്റെ വർക്ക് ഇമെയിൽ. ഓക്കെ, സോ ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. കുറച്ച് ലേറ്റ് ആവും റിപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യും. മനസ്സിലായോ? കുറച്ച് വർക്കിനനുസരിച്ചിട്ടാണ് എങ്ങനെയാണ് അത് ഇതാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇഫ് യു ഹാവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് സൂം കോളോ അങ്ങനെ എന്തെങ്കിലും ഐ ബി ഹാപ്പി ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഗിൾ മീറ്റിൽ മീറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ബി ഹാപ്പി ടു ഡു ദാറ്റ്. അപ്പൊ ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പോലും ഞാൻ 1.5 മണിക്കൂർ ഇത്ര എനർജി ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ടോക്ക് ഹൈ എനർജി 1.5 മണിക്കൂർ, ഓക്കെ, ഒരു 1.5 മണിക്കൂർ ആവാനായി. അപ്പൊ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പറഞ്ഞു. ഐസറിന്റെ അകത്തുള്ള കോഴ്സ് സ്ട്രക്ചർ ആണെങ്കിലും അതുപോലെ PhD പോസ്റ്റ്-ഡോക്ക്. ഞാൻ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആസ്ട്രോഫിസിക്സിലെ വർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അതിനെ കുറിച്ചും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഇത്രയധികം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളുടെ കുട്ടികളുടെ ഒക്കെ കൂടെ നിന്നതിന് വളരെയധികം നന്ദി. അപ്പൊ അത്രയും എനിക്ക് വളരെ ഇൻഫോർമൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. നോ പ്രോബ്ലം, മൈ പ്ലഷർ.